ഇനി കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യാണ്. റേഡിയോ ആക്ടിവിറ്റീൻ്റെ കേസ് റിമൂവ് ഫ്രം ദി സിലബസ്, റൈറ്റ്. അപ്പോൾ പക്ഷേ നീറ്റിൽ നിന്നൊന്നും പറയാത്ത സ്ഥിതിക്ക് നമ്മളെടുത്ത് പോവുകയാണ്. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കണം കേട്ടല്ലോ. റൈഡ് ഔട്ട് ഓഫ് സിലബസ് ആണോ സിലബസിൽ ഉള്ളതാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഹാഫ് ലൈഫ് ടൈം പീരീഡിൻ്റെ അല്ലേ, ഹാഫ് ലൈഫ് ഓർ ഏതോ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിൻ്റെ ഹാഫ് ലൈഫിൻ്റെ ഡെറിവേഷൻ അല്ലെങ്കിൽ ഐ ക്യാൻ സേ എക്സാക്ട് ഇക്വേഷൻ അത് ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ, റൈറ്റ്. അതുവരെയാണ് നിർത്തിയിരുന്നതാണെന്ന് എൻ്റെ ഓർമ്മ. സോ ദ നെക്സ്റ്റ് സ്മോൾ സെക്ഷൻ കണ്ടിന്യൂയിങ് വിത്ത് ഇറ്റ്, നമ്പർ ഓഫ് nuclei left after n half-lives. അതായത് n നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് കഴിഞ്ഞാൽ മിച്ചം എത്ര റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഉണ്ടാവും എന്നുള്ള ജസ്റ്റ് ഒരു ഇക്വേഷൻ. ഇത് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി എളുപ്പമുള്ളതാണ് കേട്ടോ. അഗെയിൻ ഇത് ടെക്സ്റ്റ് ബുക്കിലില്ല, റൈറ്റ്. അപ്പോൾ ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ എത്രയായിട്ടുണ്ടാവും ഇപ്പോഴത്തെ എമൗണ്ട്? ആദ്യത്തെ പകുതി അല്ലേ, ഇനീഷ്യൽ എമൗണ്ട് ഓഫ് സാമ്പിൾ വാസ് n0, അതിൻ്റെ ഹാഫേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ. സെക്കൻഡ് ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും ഇപ്പോഴത്തെ എമൗണ്ട്? ഇതിൻ്റെ ഹാഫ്, ദാറ്റ് ഈസ് n0/4 അല്ലേ, അതായത് n0/2 സ്ക്വയർ അല്ലേ. അതായത് തേർഡ് ഹാഫ് ലൈഫ്, അതായത് 3 ഹാഫ് ലൈഫുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എത്ര ഉണ്ടാവും? n0/8, 4ൻ്റെയും പകുതി, ഓരോന്നും ഹാഫായിട്ട് പോയിട്ടുണ്ടാവും. സോ n0/2 ക്യൂബാണത് അല്ലേ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരിക്കും? n0/16, അതായത് n0 2^4. അപ്പോൾ പോണ വഴി കണ്ട ആദ്യം ഇത് 2^1, പിന്നെ 2 സ്ക്വയർ, പിന്നെ 2 ക്യൂബ്, പിന്നെ 2 4. അപ്പോൾ ഒരു ജനറൽ ഫോർമുല ഫോർ n നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് കഴിഞ്ഞാൽ ഇത് മിച്ചം വരാൻ പോണ amount will be n is equal to n, that is the number of samples after n life half lifetime is equal to n0/2^n, റൈറ്റ്. ഇത് അങ്ങനെ തന്നെ മക്കപ്പ് ചെയ്ത്, മക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഡെറിവേഷൻ ആവശ്യമില്ല, നമുക്ക് ഈ ഇക്വേഷൻ ഉണ്ടല്ലോ ലാസ്റ്റ്, അതാണ് അത്യാവശ്യം. ക്ലിയർ ആവുണ്ടോ? ഇനി ഇതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം, റൈറ്റ്. അറ്റ് t is equal to 0, അതായത് തുടക്കത്തിൽ ഒരു ഭയങ്കര ചീവിടിൻ്റെ ശബ്ദം കേട്ടോ മക്കളെ, സോറി. ഓക്കെ, ഇന്നലെ ഒരു മഴ പെയ്തിട്ടുണ്ട് ചെറുത്, അതിൻ്റെ റൈറ്റ്. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഹാസ് 100 nuclei in t is equal to 1 second. The number of nuclei left are 90. അതായത് തുടക്കത്തിൽ 100 ഉണ്ടായിരുന്നു, ഇപ്പോൾ 1 സെക്കൻഡിന് ശേഷം 90ആയി, റൈറ്റ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് nuclei left undecayed at t is equal to 2 seconds. ഓക്കെ 100 തുടക്കത്തിൽ, 1 സെക്കൻഡിന് ശേഷം മിച്ചം 90ആയി. ഇനി t 2 സെക്കൻഡ്സ് അവസാനിക്കുമ്പോൾ, 1 സെക്കൻഡ് കഴിഞ്ഞ് 2ാമത്തെ സെക്കൻഡ് ആകുമ്പോൾ മിച്ചം ഇപ്പോൾ എത്ര ഉണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് n0, ദാറ്റ് ഈസ് ദ ഇനീഷ്യൽ സാമ്പിൾ എമൗണ്ട് ഇസ് 100 വെൻ t is equal to 0 സെക്കൻഡ്, റൈറ്റ്. നൗ t is equal to 1 സെക്കൻഡ് ആകുമ്പോൾ എമൗണ്ട് നൗ ഇസ് 90 ആൻഡ് t is equal to 2 സെക്കൻഡ് ആകുമ്പോൾ n എത്രയാണെന്നാണ് ചോദ്യം. അത് ലെറ്റ്സ് ജസ്റ്റ് മേക്ക് ഇറ്റ് ആസ് x. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ലെറ്റ് us ടേക്ക് ദ ഫോർമുല ഫോർ റേഡിയോ ആക്ടിവിറ്റി ലോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഓർമ്മ ഉണ്ടല്ലോ, റൈറ്റ്. സോ log e ടു ദ ബേസ്, അല്ലെങ്കിൽ log ടു ദ ബേസ് e n ഡിവൈഡ് ബൈ n0 is equal to -λt. ഈ റേസ്റ്റ് എടുക്കുന്നത് കുഴപ്പമില്ല, പക്ഷേ ഈ റേസ്റ്റ് വാല്യൂസ് ഒന്നും അറിയില്ലല്ലോ, റൈറ്റ്. അപ്പോൾ log e n, ആദ്യത്തെ കേസ് എടുക്കാം. എത്രയാ ഇപ്പോൾ? 90. 100ലായിരുന്നു ഇനീഷ്യൽ എമൗണ്ട്, 90 ഇപ്പോൾ. വെൻ ദ ടൈം ഈസ് ഹൗ മച്ച്? 1 സെക്കൻഡ് അല്ലേ. ഇത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് എഴുതാം, റൈറ്റ്. ഇനി അതേമാതിരി സെക്കൻഡ് ഇക്വേഷനായിട്ട് എന്ത് എഴുതാം? ഇപ്പോൾ എക്സ് ആണ്, റൈറ്റ്. ഇനീഷ്യൽ എമൗണ്ട് 100 ആണ്, -λ എപ്പോഴാണ് ടൈം? 2 സെക്കൻഡ്സ്. യു ഗോട്ട് 2 ഇക്വേഷൻസ്.
റൈറ്റ്. നിങ്ങൾക്ക് ലോഗുകളൊന്നും അതിനെ പറ്റിയിട്ട് ഇത്ര ഡീറ്റെയിൽ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ പ്രോബ്ലംസ്. ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ലെറ്റ് us ഡിവൈഡ് സെക്കൻഡ് ഇക്വേഷൻ വിത്ത് ഫസ്റ്റ്. റൈറ്റ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും 2 എന്ന് വരും. ഇത് ഡിവൈഡ് ബൈ ഇത് വരുമ്പോൾ ലാംഡ ലാംഡ കട്ട് ചെയ്തില്ല, മൈനസ് ലാംഡ അല്ലേ. സോ ലോഗ് ഇ എക്സ് ബൈ 100 ഡിവൈഡഡ് ബൈ ലോഗ് ടു ദ ബേസ് ഇ 90/100 അല്ലെങ്കിൽ തന്നെ 9/10 എന്ന് എഴുതിയാൽ മതി. റൈറ്റ്. ക്ലിയർ ആയ? ഇനി ഇത് കൊണ്ടുപോയിട്ട് ലോഗിന്ന് കട്ട് ചെയ്യാൻ നിൽക്കരുതട്ടാ. ലോഗ് എ ബൈ ബി ഇസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ബി എന്നും എഴുതാൻ നിൽക്കണ്ട. സിമ്പിൾ ഫോമിൽ നോക്കിയേ, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുകൂടെ. എനിക്ക് എക്സ് ബൈ 100 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ലോഗ് ഇ 9/10. നൗ ലോഗ് ഇൻ്റെ കൂടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതിനെ എനിക്കിതിനെ സ്ക്വയർ ആയിട്ട് എഴുതാം. അറിയില്ലെങ്കിൽ പറയാട്ടോ. എ ലോഗ് ബി ഇസ് ഈക്വൽ ടു ലോഗ് ബി റേസ് ടു എ ആണ്. മാത്സ് സാറോട് ഒന്ന് മാത്സിൻ്റെ ഇക്വേഷൻസ് വെച്ച് ഞാൻ പറഞ്ഞുതരും. റൈറ്റ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ എഴുതിയതിന് ശേഷം റൈറ്റ് ഇവിടെയും ലോഗ് ഉണ്ട്. ഐ എം ഗോയിങ് ടു അപ്ലൈ ഇത്. ലോഗിൻ്റെ ഓപ്പോസിറ്റാണ് ആൻറ്റി ലോഗ്. ആൻറ്റി ലോഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് തെറിച്ചു പോകും. സോ എക്സ് ബൈ 100 ഇസ് ഈക്വൽ ടു 9/10 ഹോൾ സ്ക്വയർ. റൈറ്റ്. ഇനിയിപ്പോൾ ചെയ്തുകൂടെ. എക്സ് ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു 9 സ്ക്വയർ എത്രയാണ്? 81. Right, divided by 10 into square 100. You can cut off. So now the sample amount is 81. Initially it was 100. After 1 second it became 90. After the second it became 81. Clear ആവണ്ട? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ലോഗ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ്. അതേമാതിരി വേറെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. ഇൻ റേഡിയോ ആക്റ്റീവ് സാമ്പിൾ number of nuclei decreases from 8,000 to 1,000, right, in 9 days. 9 ദിവസത്തിൽ 8,000 നിന്ന് 1,000 കുറഞ്ഞു. ഫൈൻഡ് ദ ഹാഫ് ലൈഫ് ആസ് വെൽ ആസ് ഡി കെ കോൺസ്റ്റൻറ്റ്. ഹാഫ് ലൈഫും കണ്ടുപിടിക്കണം, ഡി കെ കോൺസ്റ്റൻറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ ലോഗ് ഇ എൻ ടു ദ പവർ n0 അല്ലെങ്കിൽ n/n0 ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ ടി. അപ്പോൾ നോക്കിയേ, ഇനി ഇപ്പോൾ എത്ര എമൗണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ 1000 എത്ര ഉണ്ടായിരുന്നു? 8,000. അപ്പോൾ ഈ 0 ഭാഗങ്ങളൊക്കെ കളയാൻ പോകട്ടാ. ഇങ്ങനെ എഴുതി കൂടെ മൈനസ് ലാംഡ ടി. റൈറ്റ്. ടി എത്ര സമയം കൊണ്ട് എത്ര ആയത്? 9 വർഷം അല്ലെങ്കിൽ 9 ഇയറാണ് പറഞ്ഞിട്ടുള്ളത്. 9 ഡേയ്സ് 9 എഴുതിയാൽ മതി. റൈറ്റ്. അപ്പോൾ ടൈം എഴുതുമ്പോൾ ഡേയ്സിലെ ഇതിലൊക്കെ എഴുതിയാൽ മതി. ഇനി 1/8 എന്ന് പറഞ്ഞാലോ 1/2 അല്ലേ? അല്ലെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? 2 raised to -3 എന്ന് എഴുതാം. ഞാൻ ഇതിൽ തന്നെ എഴുതുന്നത്. നിങ്ങൾ ദയവേത് നോട്ടിൽ എഴുതുമ്പോൾ അല്ലാതെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് തന്നെ എഴുതണം. റൈറ്റ്. ലോഗ് 1/8 is 1/2 or 2 raised to -3. റൈറ്റ്. അപ്പോൾ -3 ആണെങ്കിൽ ഇതിന് 3 - 3 കൊണ്ടുവരാം, ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. ലോഗ് ഇ ടു ദ ബേസ് 2 അല്ലെങ്കിൽ ലോഗ് 2 ടു ദ ബേസ് ഇ ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു 9. റൈറ്റ്. ഇതിൽ നിന്ന് എനിക്ക് ലാംഡനെ കണ്ടുപിടിക്കാം. ലാംഡ പ്ലസ് മൈനസ് പോയില്ലേ, പ്ലസ്. റൈറ്റ്. ലോഗ് ഇ ടു ദ ബേസ് 2. റൈറ്റ്. 3യും 9ഉം വെട്ടിക്കഴിഞ്ഞാൽ 3 അല്ല ഉണ്ടാവുക. റൈറ്റ്. ലോഗ് 2 ടു ദ ബേസ് ഇ എന്നാണ് പറയേണ്ടത്. എപ്പോഴും ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. നൗ ലോഗ് 2ൻ്റെ വാല്യൂ 0.693 ഡിവൈഡ് ബൈ 3. റൈറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.231. അല്ലേ? ഡേയ്സിലല്ലേ ടൈം പറഞ്ഞിരുന്നത്. സോ ഡേയ്സ് റേസ് ടു -1. ദാറ്റ് ഈസ് എ വാല്യൂ ഓഫ് റേഡിയോ ആക്ടിവിറ്റി കോൺസ്റ്റൻറ്റ് ഓർ ഡി കെ കോൺസ്റ്റൻറ്റ്. ഇനി ടി ഹാഫ് അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഹാഫ് ലൈഫ് എന്താണ്? ലോഗ് ഇ അല്ലെങ്കിൽ ലോഗ് 2 ടു ദ ബേസ് ഇ ഡിവൈഡഡ് ബൈ ലാംഡ അല്ലേ? അപ്പോൾ ലോഗ് ഇ അല്ലെങ്കിൽ ലോഗ് 2 ടു ദ ബേസ് ഇ ഡിവൈഡഡ് ബൈ ലാംഡ കൊണ്ടുപോയിട്ട് ഈ വാല്യൂവിനേക്കാളും നല്ലത് ഇതിലാണ്. അപ്പോൾ 2 വാല്യൂ കട്ട് ചെയ്ത് പോകും. ലോഗ് ഇ log 2 to the base e divided by 3 അല്ലേ ഇടണം. അപ്പോൾ 3 ഇത് രണ്ടും കട്ടായി കഴിഞ്ഞാൽ 3 മുകളിലേക്ക് പോകും. സോ യു വിൽ ഗെറ്റ് ടി ഹാഫ് ഹാസ് 3 days. അപ്പോൾ 3 ദിവസം കഴിഞ്ഞാൽ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എന്തായി ഉണ്ടാവും? 8,000 ആയിരുന്നില്ലേ? 3 ഹാഫ് ലൈഫ് അല്ലെങ്കിൽ 3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ അത് എത്രയുണ്ടാവും? 4,000 ആയിട്ടുണ്ടാവും. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്. ഇനി ഇതിനൊരു എളുപ്പ വഴിയാണ്. ഷോർട്ട് ട്രിക്ക് ഓർ യു ക്യാൻ സേ ഇറ്റ്സ് അനദർ മെത്തേഡ്. ഇതാണ് ബെറ്റർ. സമയം അധികം കൺസ്യൂം ചെയ്യില്ല. ഓക്കെ. ഹാഫ് ലൈഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണോ?
ഇപ്പോഴുള്ള സാമ്പിളിൻ്റെ എമൗണ്ട് തുടക്കത്തിൽ ഇനീഷ്യൽ എമൗണ്ടിൻ്റെ പകുതിയാവുക അല്ലേ. അതിന് നമ്മളൊരു ജനറൽ ഫോമിൽ എഴുതിയതുകൊണ്ടാണ് റൈറ്റ് വേർ n is the number of half lives റൈറ്റ്. അപ്പോൾ ഇപ്പോൾ എത്ര ഉണ്ടെന്ന് പറഞ്ഞ് 1000 അല്ലേ. ആദ്യം എത്ര ഉണ്ടായിരുന്നു 8000 ഡിവൈഡഡ് ബൈ 2n. ഇത് രണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2n is equal to 8 എന്ന് കിട്ടും, അല്ലെങ്കിൽ n is equal to 3 എന്ന് കിട്ടും അല്ലേ. 3 days അല്ലേ. അതിൻ്റെ അടുത്ത് എന്താണോ 3 ഹാഫ് ലൈഫ്സ് എടുത്തിട്ട് 3 days എന്ന് എടുക്കണ്ട നിങ്ങൾ, 3 days എന്ന് എഴുതുമ്പോൾ ക്വസ്റ്റ്യനുണ്ട്. സോ n ഇൻഡിക്കേറ്റ്സ് ഈ ക്വസ്റ്റ്യൻ എന്താ ഓർമ്മ ഉണ്ടാ, n ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് അല്ലേ. അപ്പോൾ എത്ര ഹാഫ് ലൈഫ്സ് വന്നിട്ടുണ്ട്, ഇത് 8000 നിന്ന് 1000 ആയിട്ട് ചുരുങ്ങിയപ്പോൾ എത്ര ഹാഫ് ലൈഫ്സ് വന്നു, 3 ഹാഫ് ലൈഫ്സ് വന്നു. അതായത് എത്ര ദിവസം അപ്പോൾ കൊണ്ടാണ് 8000 ആയത് 3 ഹാഫ് ലൈഫ് ടൈം എടുത്തപ്പോൾ റൈറ്റ് 8000 നിന്ന് 1000 എന്നാണ് അർത്ഥം അല്ലേ. ഇത് ഈ കാൽക്കുലേഷൻ എന്നാൽ അതല്ല മനസ്സിലാവല്ലോ. വിത്തിൻ 3 ഹാഫ് ലൈഫ് ടൈം ദ എമൗണ്ട് ഫ്രം 8000 റെഡ്യൂസ് ടു 1000 അല്ലേ. 3 ഹാഫ് ലൈഫ് ടൈം എത്ര ദിവസമാണ് എക്സാക്റ്റ് പറഞ്ഞിട്ടുണ്ട് 8000 നിന്ന് 1000ലേക്ക് വരാൻ എത്രയാ 9 ദിവസം. ക്ലിയർ ആവണ്ട. 3 ഹാഫ് ലൈഫ് ടൈമാണ് 9 ദിവസം. അപ്പോൾ ഒരു ഹാഫ് ലൈഫ് ടൈം എത്രയാണോ 9/3 ദിവസം. കണ്ട നേരത്തെ ക്വസ്റ്റ്യൻ ആൻസർ അല്ലെങ്കിൽ നേരത്തെ മെത്തേഡിൽ നീണ്ടെന്ന് പറഞ്ഞതിന് പകരം വി ഡിഡ് ഇറ്റ് വിത്ത് സിമ്പിൾ. ലാംഡ പിന്നെ log e/t ഹാഫ് ചെയ്താൽ മതി, log 2/t ഹാഫ് ചെയ്താൽ മതി. ഒന്നുകൂടി ശ്രദ്ധിച്ചേ, ഈ ഹാഫ് ലൈഫ് എന്താണ് ടി ഹാഫ് ഒന്നുകൂടി ശ്രദ്ധിച്ചേ. വി നോ ദ ജനറൽ ഇക്വേഷൻ ടു ഗെറ്റ് ഹൗ മെനി ഹാഫ് ലൈഫ് has been taken from a sample to be reducing from n0 to n. n0 നിന്ന് എന്നിലേക്ക് വരാൻ എത്ര ഹാഫ് ലൈഫുകൾ വേണമെന്ന്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി 3 ഹാഫ് ലൈഫിന് ശേഷം 8000 നിന്ന് 1000 ആയിട്ട് ചുരുങ്ങുന്നു. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ 8000 നിന്ന് 1000ലേക്ക് ചുരുങ്ങാൻ 9 ദിവസമാണ് എടുത്തതെങ്കിൽ 3 ഹാഫ് ലൈഫുകൾ അതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടെന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഒരു ഹാഫ് ലൈഫ് എടുക്കാൻ എത്ര ദിവസം എടുത്തിട്ടുണ്ടാവുള്ളൂ, 3 ദിവസം എടുത്തിട്ടുണ്ടാവുള്ളൂ. ക്ലിയർ ആയാ റൈറ്റ്. ഇനി നെക്സ്റ്റ് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ആക്ടിവിറ്റി ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പഠിച്ചിട്ടുണ്ടാവണം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ അവിടെയൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. നൗ വാട്ട് ഡു യു മീൻ ബൈ ആക്ടിവിറ്റി? റേറ്റ് ഓഫ് ഡീകെ ഓർ ഡിസിൻറ്റഗ്രേഷൻ, അതിനെയാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്താണ് റേറ്റ് ഓഫ് ഡീകെ അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ? അതല്ലേ നമ്മൾ -dn/dt എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ള റേറ്റ് ഓഫ് ഡീകെ അല്ലേ. അപ്പോൾ ദിസ് ഈസ് നോൺ ആസ് ആക്ടിവിറ്റി റൈറ്റ്. ആർന്ന് എഴുതിയിരിക്കണതാണ് ആക്ടിവിറ്റി റൈറ്റ്. ദിസ് ഈസ് നോൺ ആസ് ആക്ടിവിറ്റി. എന്താണ് ആക്ടിവിറ്റി? റേറ്റ് ഓഫ് ഡീകെ ഓർ that is rate by which the number of samples is going on reducing right. അപ്പോൾ r is equal to -dn/dt. അപ്പോൾ പക്ഷേ നമ്മുടെ റേഡിയോ ആക്റ്റീവ് ഡീകെ ലോയിൽ ഈ -dn/dtക്ക് വേറൊരു എക്സ്പ്രഷൻ എഴുതിയിരുന്നു, ഓർമ്മ ഉണ്ടാ? λn എന്ന് -λn അത് ഞാൻ ഇപ്പുറത്തിട്ടു എന്നുള്ളൂ അല്ലേ. അപ്പോൾ എനിക്ക് ഈ എക്സ്പ്രഷൻ ഇവിടെ എഴുതാൻ പറ്റും. സോ ദാറ്റ് ഐ ക്യാൻ റൈറ്റ് r is equal to λn. Right? You got another formula for activity? Right. കഴിഞ്ഞിട്ടില്ല. അതേമാതിരി ഇപ്പോഴത്തെ സാമ്പിൾ എമൗണ്ടും ഇനീഷ്യൽ സാമ്പിൾ എമൗണ്ടും തമ്മിലുള്ള റിലേഷൻ എഴുതിയ ഓർമ്മ ഉണ്ടാ? n is equal to n0 into e raised to minus lambda t. ഇത് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ r is equal to lambda n0 e raised to minus lambda t എന്ന് പറഞ്ഞ വേറെ എക്സ്പ്രഷൻ കിട്ടും. ഇതെല്ലാം ആക്ടിവിറ്റീൻ്റെ റേഡിയോ ആക്ടിവിറ്റീൻ്റെ എക്സ്പ്രഷൻസാണ് റൈറ്റ്. അപ്പോൾ ഇതുവരെ മനസ്സിലായല്ലോ. ഇനി ഹൗ ദിസ് റേഡിയോ ആക്ടിവിറ്റി ഓർ റേറ്റ് ഓഫ് ഡീകെ ഈസ് ഗോയിങ് ടു ചേഞ്ച് വിത്ത് ടൈം. നമുക്കറിയാം എന്താ ആക്ടിവിറ്റി കുറഞ്ഞു വരും, സമയം കൂടുന്തോറും റേഡിയോ ആക്ടിവിറ്റി കുറഞ്ഞു വരിക ചെയ്യാം. അതായത് ഇപ്പോൾ സപ്പോസ് t is equal to 0 സെക്കൻഡ്സിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ t 0 to e raised to 0 1 അല്ലേ. എനിക്ക് r is equal to എന്തെന്നാ വരിക λ into n0 അല്ലെങ്കിൽ n0 എന്ന് വരുന്നു അല്ലേ. അതായത് n0 എന്ന് പറയുന്നതാണോ ഇനീഷ്യൽ എമൗണ്ട് അല്ലേ. അപ്പോൾ ഈ ആറിന് ഞാൻ പുതിയൊരു ടേം എഴുതും, ദാറ്റ് ഈസ് R0. ദിസ് R0 ഈസ് ദ ഇനീഷ്യൽ ആക്ടിവിറ്റി. അതായത് തുടക്കത്തിൽ നമ്മുടെ കയ്യിൽ എത്ര സാമ്പിൾ ഉണ്ടായിരുന്നു അതിൻ്റെ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷനാണ് ഈ R0 എന്ന് പറയുന്നത്
റൈറ്റ് ക്ലിയർ ആവുന്നുണ്ട്. അപ്പോൾ ഈ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ആർ ദിസ് ആക്ടിവിറ്റി നൗ ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ ആക്ടിവിറ്റി അല്ലേ, ഇത്രയും ടേം റീപ്ലേസ് ചെയ്ത് ആർ നോട്ട് വെച്ചിട്ട് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ടി. റൈറ്റ് ക്ലിയർ ആവുന്നുണ്ടോ, വെർ ആർ നോട്ട് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എൻ നോട്ട്. ക്ലിയർ ആവുന്നത് വിചാരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ എക്സ്പ്രഷൻ എഴുതി, ആർ ഇസ് ഈക്വൽ ടു ലാംഡ എൻ അല്ലെങ്കിൽ ലാംഡ ആർ ഇസ് ഈക്വൽ ടു ലാംഡ എൻ നോട്ട് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ടി, അല്ലെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു ആർ നോട്ട് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ടി. These three expressions can be used for finding the radioactivity of a sample at the time t. ഇതിൽ ടീൻ്റെ ഇൻഡിക്കേഷനേ ഇല്ല, ഉണ്ടോ ഇൻഡിക്കേഷൻ, ഇവിടെ മാത്രമേ ടീൻ്റെ ഡിപ്പെൻഡൻസി കാണിക്കുന്നുള്ളൂ. അറിയാം. അപ്പോൾ എപ്പോഴും നോക്കിയേ ആറും ആർ നോട്ടും അല്ലേ, സമയം കൂടുന്തോറും റേഡിയോ ആക്ടിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. റൈറ്റ് ഹിയർ ലെറ്റ്സ് സേ ഇറ്റ് ഇസ് ആർ 10. റൈറ്റ് നേരത്തെ ഇതേമാതിരി ഇക്വേഷൻ അല്ലേ, എൻ ഇസ് ഈക്വൽ ടു എൻ നോട്ട് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ടി മൈൻ്റെ അല്ലേ, അതേമാതിരി തന്നെയാണ് ഇവിടെ ഒരു ഗ്രാഫ് വരുന്നത്. റൈറ്റ് സോ ടി ഇസ് ഈക്വൽ ടു, ഇവിടെ ഒരു മാർക്ക് ചെയ്ത് ഓർമ്മ ഉണ്ട്, ഇതേമാതിരി തന്നെയല്ലേ എന്നിൻ്റെയും ടീൻ്റെ ഗ്രാഫ് വരുന്നത്. റൈറ്റ് മാക്സിമം വാല്യൂ എത്രയാണ്, ആർ നോട്ട് അല്ലേ, അതാണ് ഇനീഷ്യൽ ആക്ടിവിറ്റി. അത് പിന്നെ കുറഞ്ഞ് വെൻ ടി ഇസ് ഈക്വൽ ടു 1/λ ആർ നോട്ട് വിൽ ബി 36.8% ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ ആക്ടിവിറ്റി. ഇതൊക്കെ നമ്മൾ ചെയ്തത് സെയിം എന്നിൻ്റെ തന്നെയാണ് കേട്ടോ. നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് സാമ്പിൾസ് ടിൽ നൗ അറ്റ് ടി ഇസ് ഈക്വൽ ടു 1/λ. അതായിരുന്നു നമ്മൾ കോൺസ്റ്റൻറ്റിൻ്റെ ഡെഫിനേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി സെഡ് ലാംഡ ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദ ടൈം അറ്റ് വിച്ച് the sample amount reduces to 36.8% of its initial value. ഓർമ്മണ്ട. അതേമാതിരി എനിക്ക് വേണമെങ്കിൽ കോൺസ്റ്റൻറ്റിന് വേറൊരു ഡെഫിനേഷനും പറയാം. നോക്കിയേ, ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ ടൈം. റൈറ്റ് dk constant is the reciprocal of the time at which the activity or radioactivity of a substance reduces to 36.8% of its initial value. അങ്ങനെയുണ്ട്. ക്ലിയർ? റൈറ്റ്. ഞാൻ പറയുമ്പോൾ പോസ് ചെയ്തിട്ട് തനിയെ എഴുതുക കേട്ടോ. നൗ നിങ്ങൾക്ക് അറിയേണ്ടിയിരിക്കുന്ന യൂണിറ്റ്സ് ഓഫ് ആക്ടിവിറ്റി ഓർ യൂണിറ്റ്സ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. ഒന്ന്, ഫസ്റ്റ് വൺ ഇസ് ബെക്യൂറൽ. റൈറ്റ്, ബെക്യൂറലിൻ്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി, ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ബെക്യൂറൽ 1BQ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അങ്ങനെയാണ്. അതായത് നമ്പർ ഓഫ് DQ, അതായത് 1 DK പെർ സെക്കൻഡിനെയാണ് നമ്മൾ 1 ബെക്യൂറൽ എന്ന് പറയുക. 1 DK അല്ലെങ്കിൽ 1 ഡിസിൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ്. അതേമാതിരി നെക്സ്റ്റ് യൂണിറ്റ് റൂദർഫോർഡാണ്. അതായത് 10⁶ DK അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ്. അതായത് 10�6 ബെക്യൂറൽ എന്ന് എഴുതാം. റൈറ്റ്. അതേമാതിരി തേർഡ് യൂണിറ്റ് 1 ക്യൂറി അല്ലെങ്കിൽ ക്യൂറി എന്ന് പറയും യൂണിറ്റ് റേഡിയോ ആക്ടിവിറ്റീൻ്റെ. 1 CI is equal to 3.7 into 10⁻10 disintegration per second, or it is 3.7 into 10⁻10 becquerel. ഇതൊക്കെ യൂണിറ്റ്സ് ആണോ, അതങ്ങനെ തന്നെ മകപ്പ് ചെയ്യുക നല്ലത്. ക്ലിയർ? അപ്പോൾ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്താ, ബെക്യൂറലാണ്. പക്ഷേ നമ്മൾ കുറേ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ക്യൂറിയിലാണ് കാണുക കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ഡിസിൻറ്റഗ്രേഷൻ പെർ സെക്കൻഡിലാക്കുമ്പോൾ 1 ക്യൂറി എന്ന് പറഞ്ഞാൽ 3.7 into 10⁻10 ആണ് ഡിസിൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ്. ക്ലിയർ ആയാ? റൈറ്റ്. അപ്പോൾ സപ്പോസ് ക്വസ്റ്റ്യൻ നോക്കേ, ഇൻ എ റേഡിയോ ആക്റ്റീവ് സാമ്പിൾ ദർ ആർ 10⁻15 ആറ്റംസ് കേട്ടോ, ആൻഡ് ദ റേഡിയോ ആക്ടിവിറ്റി ഈസ് നൗ ഗിവൺ ആസ് 6 into 10⁻11 becquerel. റൈറ്റ്. ഫൈൻഡ് ദ DK കോൺസ്റ്റൻറ്റ് ആൻഡ് ഹാഫ് ലൈഫ് ടൈം. റൈറ്റ്, ഹാഫ് ലൈഫും DK കോൺസ്റ്റൻ്റുമാണ് ചോദിച്ചിട്ടുള്ളത്. എളുപ്പമല്ലേ? നമുക്കറിയാം R is equal to λ n എന്ന് എഴുതി ഓർമ്മയുണ്ടോ? ഇപ്പോഴത്തെ ആറ്റംസ് 10 to 15 എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് n എഴുതി തന്നിട്ടുള്ളത് അല്ലേ. R എത്ര, 6 into 10⁻11 becquerel. λ എനിക്ക് അറിഞ്ഞൂടാ, എന്നിൻ്റെ സ്ഥലത്ത് 10⁻15 അല്ലേ. സോ യു വിൽ ഗെറ്റ് λ is equal to 6 into 10⁻⁻4 അല്ലേ. -4 second raised to -1 അല്ലേ. ലാംഡയും ടി ഇൻവേഴ്സ് ആണ് കേട്ടോ. ടി ഹാഫ് ഓർമ്മണ്ട, 0.693 ഡിവൈഡഡ് ബൈ ലാംഡ അല്ലേ. അപ്പോൾ 0.693 ഡിവൈഡഡ് ബൈ 6 into 10⁻4 വാല്യൂ തനിയെ കണ്ടുപിടിച്ചോ. എന്താണ്ട് ഒരു 0.1
നോക്കട്ടെ 0.1 പിന്നെ 1 33 വരുമ്പോൾ അവ 1155 അല്ലേ 10 to power 4 പ്ലസ് 4 അല്ലേ ക്ലിയർ ആവുന്നിരിക്കുന്ന വേണമെങ്കിൽ അപ്പോൾ ഇതിന് 4 ഒക്കെ ആണെങ്കിൽ അയ്യോ 3 1 എക്സ്ട്രാ കയറിപ്പോയി ഇങ്ങനെ എഴുതാം റൈറ്റ് ക്ലിയർ ഇനി സെക്കൻഡ്സിലായിരിക്കും വേണമെങ്കിൽ ഇത് ഹവറിലേക്ക് ഡേയില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിലൊക്കെ ഇത് സെക്കൻഡ്സിലേക്കില്ലേ റൈറ്റ് എന്തായാലും ഞാൻ പറഞ്ഞ അടുത്ത കുറച്ച് അതേമാതിരി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ reactivity in sample reduces the activity of a sample reduces to 1/16th of its initial value in 24 hours, right? Calculate the half life and decay constant. അതായത് ആദ്യം എത്രയോ ഇനീഷ്യൽ സാമ്പിൾ ഉണ്ടായിരുന്നു അത് ഇപ്പോൾ അത് ആദ്യത്തെ സാമ്പിളിൻ്റെ 1/16th ആയിട്ട് കുറഞ്ഞു ക്ലിയർ ആവുന്നത് ഇരിക്കുന്നത് അതായത് ഇപ്പം എൻ്റെ ഓർമ്മ ഉണ്ട് ഹാഫ് ലൈഫിൻ്റെ റിലേഷൻഷിപ്പ് ഇങ്ങനെ where small n indicates the number of half life ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് ആക്ടിവിറ്റീനും കൊടുക്കാം 2^n where r is the radioactivity or activeness which is present now. This is initial radioactivity divided by 2^n where n indicates the number of half lives. Clear? അപ്പോൾ ആദ്യം സപ്പോസ് R0 1 ആയിരുന്നു സാമ്പിൾ എമൗണ്ട് ഇപ്പോൾ R എന്തായെന്ന് പറയണേ ഇത് ഇപ്പോഴത്തെ ആക്ടിവിറ്റി എത്രയെന്ന് പറയണേ 1/16th ഓഫ് R0 എന്ന് പറയണേ അല്ലേ അപ്പോൾ R0 1 അല്ലേ അപ്പോൾ ഇങ്ങനെ എഴുതിക്കൂടെ എനിക്ക് R is now 1/16 അല്ലേ ക്ലിയർ ആവുണ്ട് അപ്പോൾ R is equal to R0 divided by 2^n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ you will get n's value as 4 അല്ലെ 2^4 അല്ലേ അപ്പോൾ എത്ര ഹാഫ് ലൈഫുകൾ കഴിഞ്ഞപ്പോഴാണ് ഈ ആദ്യത്തെ റേഡിയോ ആക്ടിവിറ്റി 1 1/16 ആയത് 4 ഹാഫ് ലൈഫുകൾ കഴിഞ്ഞപ്പോഴാണ് അല്ലേ 4 ഹാഫ് ലൈഫ്സ് കഴിഞ്ഞപ്പോൾ the sample's activity reduced from 1 to 1/16th of it within how many days 24 days അപ്പോൾ 4 ഹാഫ് ലൈഫിന് എടുത്ത സമയം എത്രയാണ് 24 ദിവസങ്ങളല്ല എന്നുണ്ടല്ലേ 24 അവറുകളാണ് അങ്ങനെയാണെങ്കിൽ ഒരു ഹാഫ് ലൈഫിനുള്ള അവേഴ്സ് എത്രയായിരിക്കും 6 അവർ ആയിരിക്കും അല്ലേ 6 hours that is your half life. So half life of the sample is how much 6 hours. So how can I find the decay constant? It is 0.693 divided by half life which is 6. So 0.115 അതേ വാല്യൂ അല്ലേ പിന്നെ hour raised to -1. Clear? Right? ഇനി വേറെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ടേം മീൻ ഓർ ആവറേജ് ലൈഫ് ഓഫ് ഡീകെ അതായത് ഏതൊരു സാമ്പിളിൻ്റെയും ഡീകെ ആവാൻ എടുക്കുന്ന ആവറേജ് സമയം ക്ലിയർ ആവണ്ട ഇത് അങ്ങനെ മഗപ്പ് ചെയ്യേണ്ട സാധനം കേട്ടോ ആവറേജസ് മീൻസ് മൊത്തം ഹാഫ് ലൈഫ് എടുക്കുകയാണെങ്കിൽ അത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/λ 1/λയ്ക്ക് ഓർമ്മ ഉണ്ടാവും 0.693 ഡിവൈഡഡ് ബൈ ടി ഹാഫ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇടാം അല്ലെങ്കിൽ എനിക്ക് എന്ത് എഴുതാം ടി ഹാഫ് ഡിവൈഡഡ് ബൈ 0.693 എന്ന് എഴുതാം റൈറ്റ് ഇനി 0.693 റെസിപ്രോക്കൽ അല്ലേ അപ്പോൾ ദിസ് ഇസ് യുവർ ആവറേജ് ഓക്കെ average time for or mean life of decay is equal to 1.43 ഇതിൽ 1/0.693 നമുക്ക് 1.443 ടി ഹാഫ് എന്ന് എഴുതാം അതൊക്കെ അത്യാവശ്യം നമുക്ക് എക്സ്പ്രഷൻ ബൈ ഹാർട്ട് ചെയ്യാൻ നല്ലത് റൈറ്റ് നീറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ക്ലിയർ അതായത് ടി ഹാഫ് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ അതിൽ നിന്ന് ജസ്റ്റ് ആവറേജ് ലൈഫ് ടൈം ഓഫ് ആൻ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ചോദിക്കാനാണ് ചാൻസ് ക്ലിയർ ചെയ്യാം ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ ഫേസിലേക്ക് വരാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഒരു മാസ് എനർജി ഇക്വലൻസ് എന്ന് പറഞ്ഞിട്ട് ഓർമ്മയുണ്ട് E=mc² റൈറ്റ് സ്റ്റേറ്റഡ് ബൈ ഐൻസ്റ്റൈൻ റൈറ്റ് അപ്പോൾ ഇക്വാലൻസി എഴുതാനുള്ള മടി കൊണ്ട് ഞാൻ മൊത്തം എഴുതിയിട്ടില്ല അപ്പോൾ എന്താണെന്ന് പറഞ്ഞത് അതായത് മാസ് ഇസ് എ ഫോം ഓഫ് എനർജി എന്നാണ് അദ്ദേഹം പറഞ്ഞത് റൈറ്റ് അതിനെയാണ് മാസ് എനർജി എന്ന് പറയുന്നത് അല്ലേ ആ എനർജി ഈസ് ട്രീറ്റഡ് ആസ് E=mc². ശരിക്കും അതായത് എല്ലാ മാസും ഇറ്റ് ക്യാരീസ് ഇറ്റ്സ് ഓൺ എനർജി. അപ്പോൾ എപ്പോഴെങ്കിലും മാസ് കാണാണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ മാസ് എന്തായി മാറിയിട്ടുണ്ടെന്നാ
എനർജി ആയിട്ട് മാറിയിട്ടുണ്ടെന്നാണ് അല്ലേ. അതായത് ഒരു കുറച്ച് ക്വസ്റ്റ്യൻ നോക്കട്ടോ. ഒരു മാസ് 1 കിലോഗ്രാം ആയിട്ടുള്ളൊരു മാസ് ഉണ്ട്, റൈറ്റ്. അപ്പോൾ വാട്ടർ ആണെന്നിരിക്കും, 1 kilogram of water, right? Let's say it has absorbed 4.2 into 10⁻³ joule of energy, right? അങ്ങനെയാണെങ്കിൽ ഇതിന് മാസ് ഇൻക്രീസ് ഉണ്ടാവുമോ നോക്കാം. മാസ് ഇൻക്രീസ്, അപ്പോൾ മാസ് കാരണമുള്ള എനർജി എന്താ? E=mc² അല്ലേ. അപ്പോൾ എം എന്തെന്നറിയാം, m=E/c² അല്ലേ. ഒന്നുകൂടി ശ്രദ്ധിച്ചേ, ഈ ഒരു 1 kilogram വെൻ ഇറ്റ് അബ്സോർബ്ഡ് 4.2 into 10⁻³ joules ഓഫ് എനർജി, ഇറ്റ്സ് മാസ് ഇസ് ഇൻക്രീസിങ്. എന്തുകൊണ്ടാണോ പറയണത് നോക്കി. ഐൻസ്റ്റൈൻ പറഞ്ഞത് മാസ് ഇസ് ഈക്വലൻ ടു എനർജി, അതായത് മാസ് ഒരു എനർജീൻ്റെ ഫോമാണെന്നാണ്. ജസ്റ്റ് ലൈക്ക് അസ് വി ആർ ഓൾസോ ഫോം ഓഫ് എനർജി. എല്ലാ ഒബ്ജക്റ്റും ഈസ് ആക്ച്വലി എൻ എനർജി ഫോമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ. അത് റൈറ്റ്. അപ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാസ് ആൻഡ് എനർജി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ക്ലിയർ ആവുണ്ടാ? സോ അദ്ദേഹം പറഞ്ഞത്, അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിന് എനർജി കിട്ടുകയാണെങ്കിൽ അതിൻ്റെ മാസും ഇൻക്രീസ് ചെയ്യുന്ന, അത് ഞാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോബ്ലം ഇടുന്നേ ഉള്ളൂ. അപ്പോൾ എനർജി സപ്പോസ് എത്രയാണ് വന്നെന്ന് പറഞ്ഞാൽ 4.2 into 10⁻³ joule, c². എത്രയാ ലൈറ്റിൻ്റെ സ്പീഡ്? 10⁻². ഏതാണ്ട് ഒരു 4.7 into 10⁻⁻14 kilogram വരും. 0 അല്ല, കണ്ട എത്രയോ വരുന്നുണ്ട്. എത്ര? 4.2 10⁻³ joule കിട്ടിയപ്പോൾ 0 അല്ലാത്തൊരു മാസ് എക്സ്ട്രാ വരികയാണ്. ആർക്ക്? 1 kilogram വാട്ടറിലേക്ക് ഇത്രയും. അത് 1 kilogram നോക്കുമ്പോൾ ഇത് വളരെ ചെറുതായതുകൊണ്ട് നെഗ്ലക്റ്റ് ചെയ്ത് പോകുന്നതാണ്. സോ എനി ഒബ്ജക്റ്റ് ഇഫ് ഇറ്റ് ഈസ് റിസീവിങ് എനർജി, ഇറ്റ് ഈസ് സീൻ ദാറ്റ് ഇറ്റ്സ് മാസ് സ്ലൈറ്റ്ലി ചേഞ്ചസ്. ക്ലിയർ? ദിസ് ഇസ് മാസ് എനർജി ഇക്വലൻസ്. അതായത് മാസും എനർജിയും അങ്ങോട്ട് ഇങ്ങോട്ട് റിലേറ്റഡ് ആണ്. ക്ലിയർ? സോ വാട്ട് ഇസ് മാസ് എന്ന് പറഞ്ഞൊരു ഡെഫിനേഷൻ നിങ്ങളോട് ചോദിച്ചാൽ, നിങ്ങൾ ഒരാളോട് എന്താ പറയുക, നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഇസ് മാസ്, ക്യാൻ യു ഡിസ്ക്രൈബ് മാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? ദറ്റ് ഇസ് എ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ്, റൈറ്റ്, ഇൻ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൽ എത്രത്തോളം ഇൻ ആൻ ഒബ്ജക്റ്റ്, റൈറ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ എത്ര മാസ് ഉണ്ടെന്ന് ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ എത്ര മാറ്റർ ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ മാസ് എന്ന് പറയാം അല്ലേ. അതിന് സത്യം തന്നെയാണ്, ഇല്ല എന്ന് പറയണില്ല. പക്ഷേ ഞാനൊരു ഒരു മോളിക്യൂൾ എടുത്ത് വിചാരിക്കാം, റൈറ്റ്. ഇറ്റ് വിൽ ബി ഹാവിങ് എ ലോട്ട് ഓഫ് ആറ്റംസ് closer to each other, right, and these atoms can attract each other, right, by some force അല്ലേ. അപ്പോൾ ഈ ഫോഴ്സ് കാരണം അവർ അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങുന്നില്ല ഇപ്പോൾ. അപ്പോൾ അതായത് നീങ്ങുന്നില്ലെങ്കിൽ there is a potential energy between these atoms, right. Similarly ഇവർ പക്ഷേ അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങില്ലെങ്കിലും they will vibrate at their mean position, so there is another kinetic energy associated with atoms, right. Clear? അപ്പോൾ ഒരു മോളിക്യൂളിലെ ആറ്റംസിനെ മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആറ്റംസിന് എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ദർ ആസ് വെൽ ആസ് കൈനറ്റിക് എനർജി. ക്ലിയർ ആവുണ്ടോ? ഇനി ഈ ആറ്റം എന്ന് പറഞ്ഞ ആൾ വെറുതെ ഇരിക്കുകയാണോ? അല്ലല്ലോ. ഈ ആറ്റത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഇലക്ട്രോണും ന്യൂക്ലിയസും എടുക്കാം, റൈറ്റ്. ദിസ് ഇസ് പോസിറ്റീവ് ന്യൂക്ലിയസ് ബിക്കോസ് ഓഫ് ദ പ്രോട്ടോൺസ് ആൻഡ് ദ ഇലക്ട്രോൺ ഇസ് ദർ. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവില്ല, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, right, because of which the electron which is providing the centripetal force, and thus the electron is not falling into the nucleus, so they can say there is a potential energy associated with the electron അല്ലേ. പക്ഷേ ഇലക്ട്രോൺ സ്ഥായി ആയിട്ടാണ് ഇരിക്കുന്നത്, അല്ല, ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ട്. സോ ദർ ഇസ് എ കൈനറ്റിക് എനർജി അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോൺ അല്ലേ. നോക്കണ്ടല്ലോ, മനസ്സിലാവേണ്ടതെന്ന് ഇരിക്കുന്നത്, റൈറ്റ്. ഇത്രയൊന്നും ഡീറ്റെയിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലില്ല, ബട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. നൗ ഇപ്പം നമുക്ക് ഈ ന്യൂക്ലിയസിൻ്റെ രാത്രി പിടിക്കുന്നതിൽ കുറേ കഷ്ടകാരണമില്ല. അപ്പോൾ നൗ നമ്മൾ ആലോചിക്കുക, ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ കേസ് കഴിഞ്ഞു. അതേമാതിരി ഇനി നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് വരാം കേട്ടോ. ഇത് നമ്മുടെ ഈ സാധനം ഇത് ന്യൂക്ലിയസിൽ എന്തുണ്ട്? പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ട്. ഇവരുടെ ന്യൂക്ലിയർ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഓർമ്മ ഉണ്ടാവും. ഈ പ്രോട്ടോണും ന്യൂട്രോണും കൂടിയിട്ടുണ്ടാവണം മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ എന്താ പറയുക, അല്ലെങ്കിൽ ബോത്ത് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ആർ കോമൺലി നോൺ ആസ് ന്യൂക്ലിയോൺസ്. ഇതൊക്കെ ഞാൻ അടുത്തുള്ളതാണ്. അപ്പോൾ ഈ പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലും പിന്നെ പ്രോട്ടോൺ തമ്മിലും ന്യൂട്രോൺ തമ്മിലും ദർ ഇസ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ് വിച്ച് ഇസ് നോൺ ആസ് ന്യൂക്ലിയോൺസ് അല്ലേ. അപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ട്. ഇത്
ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദർ ഇസ് എ കൈനറ്റിക് എനർജി ഇൻ ന്യൂക്ലിയോൺസ്. സിമിലർലി ദർ ഇസ് പൊട്ടൻഷ്യൽ എനർജി ബിക്കോസ് ദേ ആർ ആക്ച്വലി ഒരു നേക്കഡ് ഐയിൽ കാണുമ്പോൾ അവിടെ തന്നെ നിൽക്കണം, പൊസിഷൻ ചേഞ്ച് വരുന്നില്ല. സോ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ന്യൂക്ലിയോൺസ്. ക്ലിയർ ആവണ്ട? ശരിക്കും പ്രോട്ടോൺസിന് പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? പ്രോട്ടോൺ ഇസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു ക്വാഡ്സ് ആൻഡ് ആൻറ്റി ക്വാഡ്സ്. ഇത്ര ഡീറ്റെയിൽ പോകണ്ട. ഈ ക്വാഡ്സിനും ആൻറ്റി ക്വാഡ്സിനും എന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ക്വാഡ്സും ഉണ്ട്, കൈനറ്റിക് എനർജിയും ഉണ്ട്. റൈറ്റ്? അപ്പോൾ ഓക്കെ, ക്യൂന്ന് എഴുതാം, അത് നല്ലത്. അപ്പോൾ ഒന്ന് ചെറുതാക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും മൾട്ടിപ്പിൾ പൊട്ടൻഷ്യൽ എനർജി, മൾട്ടിപ്പിൾ കൈനറ്റിക് എനർജി ഉണ്ട് അല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മാസ് ഓഫ് എനി ഒബ്ജക്റ്റ്, റൈറ്റ്? മാസ് ഓഫ് എനി ഒബ്ജക്റ്റ് m is equal to E/c², അല്ലേ? അപ്പോൾ മാസ് ഓഫ് എനി ഒബ്ജക്റ്റ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് ദീസ് എൻറ്റയർ എനർജീസ്. ഈ എല്ലാ എനർജി ഇനിയും ഉണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ അത്ര ഡീറ്റെയിൽ പോകണില്ല. റൈറ്റ്? സം ഓഫ് ദീസ് എനർജീസ് ഡിവൈഡഡ് ബൈ c². ഇതിൽ ചിലത് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടൊക്കെ ഇരിക്കാം കേട്ടോ, അതിൽ തെറ്റൊന്നുമില്ല. റൈറ്റ്? അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജീസ് അല്ലേ? അപ്പോൾ ഈ എല്ലാ പാർട്ടിക്കിൾസിൻ്റെ പൊട്ടൻഷ്യൽ എനർജീസാണ് എന്ത്? വി ആർ അസോസിയേറ്റിംഗ് വിത്ത് ദ ആക്ച്വൽ മാസ്. ക്ലിയർ ആവണ്ട? അതായത് മാസ് എന്നതൊരു പ്രോപ്പർട്ടിയാണ്, എന്തിൻ്റെ? എനർജി എക്സിബിറ്റ് ചെയ്യണതാണ് പ്രോപ്പർട്ടിയാണ് ശരിക്കും മാസ്. റൈറ്റ്? ദാറ്റ് ഈസ് മാസ് ഇസ് എ പ്രോപ്പർട്ടി ദാറ്റ് ഓൾ ദ എനർജി എക്സിബിറ്റ്സ്. And that's why we say we are all made up of energy, or mass is an idea about amount of energy which is present in you. നിങ്ങൾക്ക് എത്ര എനർജി നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യേണ്ടത് അതിൻ്റെ ബേസിസിലാണ് നിങ്ങളുടെ മാസ് പറയേണ്ടത്. ക്ലിയർ? അപ്പോൾ ഞാനൊരു ന്യൂക്ലിയർ പ്രോസസ്സ് നടക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഇതിൻ്റെ ബേസിൽ നമുക്ക് ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷനൊക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. റൈറ്റ്? അപ്പോൾ എല്ലാ വസ്തുക്കളിലും എനർജിയും മാസും ഇൻ്റർലിങ്ക്ഡാണ്. ഒരു വസ്തുവിലെ മൊത്തം എനർജി അതാണ് അതിലെ മൊത്തം മാസിനെ ഡെപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടി ശരിക്കും നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ? സോ എവറി എനർജി വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ ബോഡി ഈസ് വാട്ട് ഈസ് കോൺട്രിബ്യൂട്ടിങ് ദ മാസ് ഓഫ് ദാറ്റ് ബോഡി. ക്ലിയർ? അപ്പോൾ എനർജിയും മാസും ഇൻ്റർലിങ്ക്ഡ് ആണ്. അതായത് മാസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എനർജി. സിമിലർലി എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു മാസ്. ക്ലിയർ ആവുണ്ടാവും? റൈറ്റ്? അപ്പോഴാണ് ഈ മാസിൻ്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് നേരത്തെ, എന്നാലും മാസ് ഡിഫക്റ്റ് എന്ന കോൺസെപ്റ്റ് വരുന്നത്. ക്ലിയർ? അതായത് ഇറ്റ് വാസ് ഫൗണ്ട് എക്സ്പെരിമെൻ്റലി, റൈറ്റ്? അതായത് മാസ് ഓഫ് ന്യൂക്ലിയസ് is less than, ഇത് ന്യൂക്ലിയസിന് എഴുതായിരുന്നു അല്ലേ, is less than mass of nucleons അല്ലെങ്കിൽ mass of proton plus mass of neutron എടുക്കുമ്പോഴേ നമ്മൾക്ക് തിയററ്റിക്കലായിട്ടുള്ള ശരിക്കുള്ള മൊത്തം മാസ് വരുന്നില്ല, കുറച്ച് കാണാനില്ല. റൈറ്റ്? അതായത് സം മാസ് ഹാസ് ഡിസപ്പിയർഡ്. ഒന്നുകൂടി ശ്രദ്ധിച്ചേ. അതായത് നമ്മൾ പറയുകയാണ് മാസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് ന്യൂട്രോൺ. അങ്ങനെയാണല്ലോ നമ്മൾ തിയറിയിൽ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്ര 10 പ്രോട്ടോണും 10 ന്യൂട്രോണും ഇവർ രണ്ടുപേരും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആറ്റമിക് മാസ് വരണം അല്ലേ? അതായത് എത്രയാണ് ഇവർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നത് അത്ര തന്നെ വരണമായിരിക്കുന്നത് ന്യൂക്ലിയസിന് മൊത്തം വെയിറ്റ് എടുത്തപ്പോൾ അല്ലെങ്കിൽ മാസ് കൺസിഡർ ചെയ്തപ്പോൾ. പക്ഷെ അങ്ങനെയല്ലേ വന്നത്? എന്തുകൊണ്ടാണ്? 10 പ്രോട്ടോണും 10 ന്യൂട്രോണും ആഡ് ചെയ്തിട്ട് കിട്ടിയ വാല്യൂവിൽ നിന്ന് കുറവാണ് ന്യൂക്ലിയസിന് വന്നത്. റൈറ്റ്? സോ ദാറ്റ് മാസ് ഓഫ് ന്യൂക്ലിയസ് was found to be less than the mass of protons, total number of mass of protons plus total mass of neutrons. അതായത് ഇവർ രണ്ടുപേരും കൂടി മിക്സ് ചെയ്ത സമയത്ത് എത്രയോ മാസ് കാണാണ്ട് പോയി, വളരെ സ്വല്പം. റൈറ്റ്? അപ്പോൾ കറണ്ട് അല്ലെങ്കിൽ മാസ് കാണാണ്ടായി പോകാണ്ട് മാസ് ചാടിപ്പോവാണോ ചെയ്യണത്? അല്ല, മാസ് ഹാസ് ബീൻ കൺവേർട്ടഡ് ഇൻ ടു എനർജി ആൻഡ് ദാറ്റ് എനർജി ഈസ് റിലീസ്ഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണെന്നുണ്ടാ. അപ്പോൾ രണ്ട് സാധനങ്ങൾ കൂട്ടിമുട്ടി പുതിയ ഒരു വസ്തു ക്രിയേറ്റ് ചെയ്തതാണ് അല്ലേ? പ്രോട്ടോണും ന്യൂട്രോണും മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ന്യൂക്ലിയസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സം മാസ് ഇസ് ലോസ്റ്റ് ഇൻ ദ ഫോം ഓഫ് എനർജി. റൈറ്റ്? ക്ലിയർ? ആ എനർജി നമുക്ക് ടാപ്പ് ചെയ്യാം. ക്ലിയർ ആവുണ്ടോ? ദാറ്റ് ഈസ് എൻ എക്സോതെർമിക് പ്രോസസ്സാണ് അല്ലേ? എനർജി റിലീസ് ചെയ്യണമെങ്കിൽ. ദാറ്റ് മീൻസ് ദിസ് എനർജി വിച്ച് ഇസ് ലോസ്റ്റ്
This is actually the mass loss, right? That mass loss is known as mass defect. എന്താണ് അതിൻ്റെ സിമ്പിൾ എന്ന് ഓർമ്മണ്ട? ഡെൽറ്റ എം. ക്ലിയർ ആവുണ്ടാ? റൈറ്റ്. അപ്പോൾ ഈ എക്സോതെർമിക് റിയാക്ഷനിൽ എനിക്ക് ഡെൽറ്റ എം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? മാസ് ഓഫ് ന്യൂക്ലിയസ് മൈനസ് മാസ് ന്യൂട്രോൺ അല്ലേ വലുതാവുക. സോ മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് എഴുതിട്ടാ. മാസ് ഓഫ് ന്യൂട്രോൺ അല്ല, സോറി, ന്യൂക്ലിയോൺസ് അല്ല, അവർ രണ്ടുപേരും ആഡ് ചെയ്തിട്ടില്ലേ ഉണ്ടാക്കണേ. മൈനസ് മാസ് ഓഫ് ന്യൂക്ലിയസ്. സ്പെല്ലിങ് എഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും ഒരേമാതിരി തോന്നും കേട്ടോ. അപ്പോൾ ഒരു എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് കേട്ടോ. മാസ് ഓഫ് ന്യൂക്ലിയോൺ നമുക്ക് എന്ത് എഴുതാം? മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് ന്യൂട്രോൺ മൈനസ് മാസ് ഓഫ് ന്യൂക്ലിയസ് അല്ലേ? ഇനി നോക്കിയേ, ഇങ്ങനെയല്ല എലമെൻ്റ് എഴുതുക. എ സെഡ് എന്ന്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണോ? ദാറ്റ് ഇസ് ദ മാസ് നമ്പർ, അല്ലെങ്കിൽ എനിക്കെന്ന് പറയാം ദാറ്റ് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വാട്ട് മാസ് ഓഫ്, അല്ലെങ്കിൽ ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. സെഡ് എന്ന് പറയുന്നത് എന്താ? പ്രോട്ടോൺ മാത്രം എഴുതാം കേട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. നമ്പർ ഓഫ് പ്രോട്ടോൺ എത്രയാ? അപ്പോൾ സെഡ് ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺ എത്രയാ? എന്ന് സെഡ് കുറയ്ക്കുക, എ മൈനസ് സെഡ്. ഇനി ഓരോ പ്രോട്ടോണിൻ്റെ മാസ് എം പി ആണ്, ഓരോ ന്യൂട്രോണിൻ്റെ മാസ് എം എൻ ആണെന്ന് വിചാരിക്കുക. ഓരോ പ്രോട്ടോണിൻ്റെ മാസ് എം പിയും ഓരോ ന്യൂട്രോണിൻ്റെ മാസ് എം എന്നും ആണെങ്കിൽ ടോട്ടൽ പ്രോട്ടോണിൻ്റെ മാസ് എന്തായിട്ട് എഴുതാം? ശ്രദ്ധിച്ചേ, എം പി ഇൻറ്റു സെഡ്. നിങ്ങൾ സെഡ് എം പി എന്ന് എഴുതായിരിക്കില്ല ഭംഗി. ടെക്സ്റ്റ് ബുക്കിൽ സെഡ് എം പി എന്നാണ്. സെഡ് എം പി അല്ലേ? ടോട്ടൽ മാസ് ഓഫ് ന്യൂട്രോൺസിന് എന്താ എഴുതാം? എ മൈനസ് സെഡ് ഇൻറ്റു എം എൻ അല്ലേ? ഇന്ന് നോക്കിയപ്പോൾ ഡെൽറ്റ എം മാസ് ഓഫ് പ്രോട്ടോൺ, ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് ടോട്ടൽ മാസ് ഓഫ് ന്യൂട്രോൺ എന്ത് എഴുതാം? ഡെൽറ്റ എം ഇസ് ഈക്വൽ ടു വാട്ട്? സെഡ് എം പി പ്ലസ് എ മൈനസ് സെഡ് എം എൻ മൈനസ് മാസ് ഓഫ് ന്യൂക്ലിയസ് അല്ലേ? അപ്പോൾ ഈ മാസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എനിക്കതിനെ പറ്റിയിട്ട് ഞാൻ വെറുതെ ഒരു ടേം ഇടാണ് കേട്ടോ. എലമെൻ്റ് മൊത്തം മാസ് അല്ലേ, അത് ഞാൻ എം എക്സ് എന്ന് എഴുതാം. മാസ് ഓഫ് എൻറ്റയർ ന്യൂക്ലിയസ്. റൈറ്റ്? ക്ലിയർ? തുടങ്ങിയില്ലേ? ഇനി കഴിഞ്ഞിട്ടില്ല. അയ്യോ ഇത് എം ആട്ടോ, ഇവിടെ ആറുമാരിയായിപ്പോയി മാസ് ഡിഫക്റ്റ്. അപ്പോൾ ഒരു ഓർമ്മ ഉണ്ടാകും, ഈ മാസ് ഡിഫക്റ്റ് എന്തായിട്ട് പുറത്തേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഈ ചേഞ്ച് ഇൻ മാസ്സാണ്, അല്ലെങ്കിൽ ദിസ് റിഡക്ഷൻ ഇൻ മാസസ് ഹാപ്പനിങ് ബൈ ദ എനർജി ഡിസിപ്പേഷൻ അല്ലേ? അപ്പോൾ ഇത് കൊടുക്കുന്നൊരു എനർജീൻ്റെ, ഈ ചേഞ്ച് ഇൻ മാസ് ഇസ് പ്രൊവൈഡിങ് എൻ എനർജി, റൈറ്റ്? ദാറ്റ് ഈസ് ഡെൽറ്റ എം സി സ്ക്വയർഡ്. അപ്പോൾ ഡെൽറ്റ എമ്മിന് പകരം നോക്കിയേ എത്ര എഴുതാം? ഡെൽറ്റ ഇ ഇവിടെ എഴുതട്ടാ. ഇക്വൽ ടു ഇതിൻ്റെ കൂടെ ഒരു സെഡ് സ്ക്വയർഡ് ഇട്ടാൽ മതി, സോറി സി സ്ക്വയർഡ്. സെഡ് എം പി പ്ലസ് എ മൈനസ് സെഡ് എം എൻ, എം എൻ നന്നായിപ്പോയി, എം എൻ മൈനസ് എം എക്സ് ബ്രാക്കറ്റ് ക്ലോസ്ഡ് സി സ്ക്വയർ. എന്നിട്ട് ഡബ്ബയിലിട്ട് വയ്ക്കുക. ഇങ്ങനെ തന്നെയാട്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഡെറിവേഷൻ വരുന്നത്. ശ്രദ്ധിച്ചേ, ഈ ടോപ്പിക് ഒന്നും എടുത്ത് കളഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞെടുത്ത് പോയി. റേഡിയോ ആക്ടിവിറ്റീൻ്റെ 6 ഭാഗം വരെ മാസ് ഡിഫക്റ്റ് ഈസ് ദെയർ ഇൻ യുവർ സിലബസ്. ഓക്കെ, അപ്പോൾ മാസ് ഡിഫക്റ്റ് ഒന്നും എടുത്ത് കളഞ്ഞിട്ടില്ലേ? അത് എടുത്ത് പോയപ്പോൾ സോറി ഞാൻ പറയാൻ മറന്നു. മാസ് ഡിഫക്റ്റ് ഈസ് ദെയർ ഇൻ യുവർ സിലബസ് ഗൈസ്, ഇറ്റ് ഹാസ് നോട്ട് ബീൻ റിമൂവ്ഡ്. ക്ലിയർ? ഇനി എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് ഒക്കെ ഉള്ളതാണ് നിങ്ങളുടെ സിലബസിൽ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്തായാലും ഒന്ന് കൺഫേം ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വരെ എത്തിച്ചോ? വർത്താനം പറഞ്ഞതിൽ നിന്നല്ലോ. അപ്പോൾ യു ഗോട്ട് എൻ ഇക്വേഷൻ ഫോർ എനർജി. ഈ എനർജീൻ്റെ പേരാണ് ബൈൻഡിങ് എനർജി, delta E, right? That is energy which is dissipated while a proton and neutron mix to form a nucleus or add to form nucleus, right? മനസ്സിലാവുന്നുണ്ട്? അതായത് എനർജി ആക്ച്വലി വിച്ച് ഹാസ് ബീൻ അല്ലേ, നമ്മൾ നോക്കിയിടൂ, പ്രോട്ടോണും ന്യൂട്രോണും ആഡ് ചെയ്യുമ്പോൾ ന്യൂക്ലിയസ് ഉണ്ടാവുന്നു. പക്ഷേ അത് മാസ് ശരിയാവുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? മൊത്തം പ്രോട്ടോണിൻ്റെ മാസും ന്യൂട്രോണിൻ്റെ മാസും കൂടിയിട്ട് മൊത്തം ന്യൂക്ലിയസിൻ്റെ മാസ് ഉണ്ടാവില്ല. കുറച്ച് മാസ് പുറത്തേക്ക് തള്ളുകയാണ്, അല്ലെങ്കിൽ കാണാണ്ടാവുക. ആ മാസാണ് എനർജി ആയിട്ട് പുറത്തേക്ക് വരുന്നത്. ആ എനർജീനെയാണ് ഞാൻ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇഫ് someone asks you what is the definition of binding energy,
The amount of energy which is released when proton and neutron mix up to form what? A nucleus. അല്ലെങ്കിൽ എനിക്ക് വേറെ രീതിയും പറയാം. നോക്കിയേ, ഒരു പ്രോട്ടോൺ ആവണ്ട, ഇപ്പോൾ ഒരു എക്സ് എമൗണ്ട് അല്ലെങ്കിൽ എക്സ് എമൗണ്ട് ഓഫ് എം പി അല്ലെങ്കിൽ എക്സ് എമൗണ്ട് ഓഫ് പ്രോട്ടോൺ ഈസ് മിക്സിംഗ് വിത്ത് വൈ എമൗണ്ട് ഓഫ് ന്യൂട്രോൺ. റൈറ്റ്. അപ്പോൾ എന്നിട്ട് അവർ ന്യൂക്ലിയസ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് എനർജി പുറത്തേക്ക് പോകണം, വിച്ച് ഈസ് ആക്ച്വലി ദ മാസ് ഡിഫക്റ്റ് അല്ലേ? ഈ മാസിൻ്റെ കാരണം ഇത്രയും ചേഞ്ച് മാസ് ഡിഫക്റ്റ് കൊണ്ട് വന്ന എനർജിയാണത് അല്ലേ? അതിലാണ് നമ്മൾ ബൈൻഡിങ് എനർജി പറഞ്ഞത്. അപ്പോൾ എനിക്കിതിനെ തല തിരിഞ്ഞാലോചിച്ചൂടെ? എന്ത്? ഈ എന്നിനെ തകർക്കുമ്പോൾ, അതായത് ന്യൂക്ലിയസിനെ തകർക്കുമ്പോൾ എനിക്ക് ഇത്ര മാസ് തന്നെ പ്രോട്ടോണും കിട്ടണം, ഇത്ര മാസിൻ്റെ തന്നെ ന്യൂട്രോണും കിട്ടണം. പക്ഷെ കിട്ടൂല. എന്തുകൊണ്ടാണ്? ഇങ്ങനെ കിട്ടണമെങ്കിൽ നമുക്ക് കുറേ എനർജി നഷ്ടമായിട്ടില്ലേ? ഒന്നുകൂടി ശ്രദ്ധിച്ചേ. എന്തുകൊണ്ട് വെച്ചാൽ ഇത് പ്രത്യേകം മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എക്സ് എമൗണ്ട് ഓഫ് എം പി വൈ എമൗണ്ട് ഓഫ് ന്യൂട്രോൺസ് മിക്സ് ചെയ്തിട്ട് ന്യൂക്ലിയസ് ഉണ്ടാക്കുകയാണ്. പക്ഷെ മൊത്തം വരുന്നില്ല, കുറച്ച് എനർജി എന്ത് ചെയ്തു പുറത്തേക്ക് ചാടിപ്പോയി. അത് ഡെൽറ്റായി. ഇനി നിങ്ങളോട് പറയാം, ഇതിനെ തകർത്ത്, അതായത് ന്യൂക്ലിയസിനെ തകർത്ത് ഇവരെ തിരിച്ചുണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെൽറ്റ എനർജി നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. റൈറ്റ്? ഇറ്റ് ഹാസ് ബീൻ എമിറ്റഡ്, ദാറ്റ് എനർജി ഹാസ് ടു ബി സപ്ലൈഡ് അഗെയിൻ സോ ദാറ്റ് യു ക്യാൻ ക്രിയേറ്റ് ദ സെയിം എമൗണ്ട് ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺസ്. റൈറ്റ്? അതിൻ്റെ അർത്ഥം എനിക്ക് ബൈൻഡിങ് എനർജീൻ്റെ വേറൊരു ഡെഫിനിഷൻ വരുന്നു എന്നാണ്. ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് എനർജി സപ്ലൈഡ് ഓർ റൈറ്റ് the energy supplied to break the nucleus to its nucleon forms, right? Amount of energy which is required or which has to be supplied so that the nucleus can be burst up or broken into its nucleon forms is known as binding energy. മനസ്സിലാവണ്ട? ഇല്ല, രണ്ട് ഡെഫിനേഷൻ വന്നിട്ടുണ്ട്. പക്കത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടാവണം. ക്ലിയർ ആയ? ഇനി അപ്പോൾ ഈ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? അതായത് എത്രത്തോളം ടെൻഡൻസി ഉണ്ട്. ഇപ്പോൾ നോക്കിയേ, ഒരു ന്യൂക്ലിയറിന് എനിക്ക് കൂടുതൽ എനർജി കൊടുക്കണം അതിനെ തകർക്കാൻ. കൂടുതൽ എനർജി കൊടുത്താൽ ഈ ന്യൂക്ലിയസ് തകരുള്ളതിൻ്റെ അർത്ഥം എന്താ? ഈ ന്യൂക്ലിയസ് നല്ല സ്റ്റേബിളാണ്. ഇറ്റ്സ് ഹൈലി സ്റ്റേബിൾ. സോ ഹൈ ബൈൻഡിങ് എനർജി മീൻസ് മോർ സ്റ്റെബിലിറ്റി. ഫുള്ള് പറഞ്ഞിട്ടില്ല, ഇനി കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, എന്നാലോചിക്കാം. ഏതാണ്ട് നമുക്ക് പറയാം. റൈറ്റ്? ഹയർ ദ ബൈൻഡിങ് എനർജി മോർ ഇസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ന്യൂക്ലിയസ്. റൈറ്റ്? പൊത്തം കഴിഞ്ഞില്ല കേട്ടോ, കുറച്ചും കൂടി ഡീറ്റെയിൽ പറയാനുണ്ട്. റൈറ്റ്? മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ ചോദ്യം നോക്ക്. ഇതൊരു ജനറൽ ഫോർമുല മാതിരി പഠിക്കുകയായിരിക്കും നല്ലത് കേട്ടോ. ബൈൻഡിങ് എനർജി അസോസിയേറ്റഡ് വിത്ത് എ മാസ് ഡിഫക്റ്റ് when the mass defect is 1 AMU. 1 AMU മാസ് ഡിഫക്റ്റിന് വരുമ്പോൾ എത്ര ബൈൻഡിങ് എനർജിയാണ് വരിക? ഇത് ഇക്വേഷൻ അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. 1 AMU എത്രയാണെന്ന് അറിയോ? 1.67 × 10⁻⁻27 കിലോഗ്രാം. ഇതൊക്കെ അറിയേണ്ടതാണ്. റൈറ്റ്? ഇത്ര മാസിൻ്റെ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ ഇ ബൈൻഡിങ് എനർജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എം സി സ്ക്വയർഡ് അല്ലേ? അപ്പോൾ ഡെൽറ്റ എമ്മിന് നമുക്ക് എന്തെന്ന് എഴുതാം? നമുക്ക് തന്നിട്ടുള്ള 1 AMU അല്ലേ? അല്ലെങ്കിൽ എത്ര? 1.67 × 10⁻⁻27 സി സ്ക്വയർഡ് എന്ന 3 × 10⁸ സ്ക്വയർ അല്ലേ? ഇതിരുന്ന് കഷ്ടപ്പെട്ട് ചെയ്ത് കാൽക്കുലേഷൻ ചെയ്ത ആൾക്കാർ കണ്ടുപിടിച്ചത് 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. അതായത് ഇലക്ട്രോൺ വോൾട്ടിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ജൂളിലല്ലേ കിട്ടുക? ഇലക്ട്രോൺ വോൾട്ടിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1.6 × 10⁻19 10⁻19 എന്താ ഇങ്ങനെ ആയിപ്പോയി? 10 ആണ് ഉദ്ദേശിച്ചത്. 10⁻90 റൈറ്റ്? അതപ്പോൾ നിങ്ങൾക്ക് മെഗാ ഇലക്ട്രോൺ വോൾട്ടിൻ്റെ ആൻസർ കിട്ടി. ഇതെന്താണോ? ഡെൽറ്റ ഇ. ദിസ് ഇസ് ദ ബൈൻഡിങ് എനർജി അസോസിയേറ്റഡ് വിത്ത് 1 AMU. അതായത് 1 AMU എമൗണ്ട് ഓഫ് മാസ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയും ബൈൻഡിങ് എനർജിയാണത് ലോസ് ചെയ്ത്. അല്ലെങ്കിൽ 1 AMU എനർജി സപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാസ്സാണ് കൂടിയതെങ്കിൽ അതിൻ്റെ അർത്ഥം 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കൊടുത്തിട്ടായിരിക്കണം ആ ന്യൂക്ലിയസിനെ തകർത്തിട്ടുണ്ടാവേണ്ടത്. ക്ലിയർ ആവണ്ട?
right? That is, if you give this much energy to 1 AMU nucleus, then it can break off. അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഒരു AMU മാസിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബൈൻഡിങ് എനർജിയാണ് ഇത്രയും. ക്ലിയർ? സമജ് മേ ആയ? അപ്പോൾ 2 AMUയിൽ എന്തായിരിക്കും? ഇതിൻ്റെ 2 3 AMU ഇതിൻ്റെ 3. അപ്പോൾ n എന്ന് വെച്ചിട്ട് എഴുതാം, റൈറ്റ്? അപ്പോൾ ഡെൽറ്റ ഇ ജനറൽ ഫോമുലയായിട്ട് ഇങ്ങനെ എഴുതി വയ്ക്കാം. ഡെൽറ്റ ഇ that is the binding energy associated with delta ഏതെങ്കിലും മാസ് ആണെങ്കിൽ എന്താ ഇൻറ്റു 93.1 എന്ന് പറയുന്നത് ഞാൻ 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് പറയുമ്പോൾ ഞാൻ അതെന്തറിയോ, എനിക്ക് FM ചാനലിൻ്റെ നമ്പർ ഓർമ്മ വരുന്നത് 91.5 എന്ന് പറയുന്ന മാതിരി, റൈറ്റ്? സോ ദിസ് ഇസ് ജനറൽ ഇക്വേഷൻ ഫോർ ബൈൻഡിങ് എനർജി അസോസിയേറ്റഡ് വിത്ത് ഡെൽറ്റ എം എമൗണ്ട് ഓഫ് AMU. ഇത്ര ഡെൽറ്റ എം AMU മാസിന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞിട്ട് ജനറൽ ഫോമിൽ പഠിക്കുന്നത് നീറ്റിന് നല്ല സുഖമാണ്. ഇതില്ല കേട്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, ഇത് പഠിക്കാൻ സുഖം, പ്രോബ്ലംസ് ചെയ്യാൻ സുഖം. അപ്പോൾ നമ്മളൊരു ജനറലായിട്ടൊരു ഐഡിയ വന്നു, എന്താ ബൈൻഡിങ് എനർജി കൂടുമ്പോൾ ഒരു ന്യൂക്ലിയസ് സ്റ്റേബിൾ ആണെന്നുള്ളത്, അല്ലേ? അതായത് അത്രയും കൂടുതൽ എനർജി കൊടുത്താലേ ന്യൂക്ലിയസ് തകർക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ജനറൽ ഐഡിയ, അല്ലേ? അപ്പോൾ നോക്കിയേ, ഇതൊക്കെ എക്സ്പെരിമെൻ്റ് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ബൈൻഡിങ് എനർജി ഓഫ് ഹെവി ഹൈഡ്രജൻ, അതായത് പ്രോട്ടീൻ, റൈറ്റ്, അതിൻ്റെ 1.1 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്, റൈറ്റ്? എന്നാൽ അതായത് ഇത്രയും എനർജി കൊടുത്താലേ ഒരു ഹെവി ഹൈഡ്രജൻ തകരുള്ളൂ ടു ഇറ്റ്സ് പ്രോപ്പർ എമൗണ്ട് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്, റൈറ്റ്? അതേമാതിരി ബൈൻഡിങ് എനർജി ഓഫ് യുറേനിയം 238 ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി 1800 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, റൈറ്റ്? അപ്പോൾ നിങ്ങൾക്ക് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഹയർ ബൈൻഡിങ് എനർജി മീൻസ് ദാറ്റ് മച്ച് സ്റ്റെബിലിറ്റി എന്നാണ്, റൈറ്റ്? അപ്പോൾ നമ്മൾ പറയുക എന്താ, ഇതിനായിരിക്കും കൂടുതൽ സ്റ്റെബിലിറ്റി. നിങ്ങൾക്ക് പറയണത് പോട്ടെ. അതായത് മാസം ആർക്ക് കൂടുതൽ? 238 അല്ലേ? ഇയാൾക്കല്ലേ മാസ് നമ്പർ കൂടുതൽ. സോ ഐ ക്യാൻ സേ, ഈ എക്സാമ്പിൾ വെച്ച് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഇയാൾക്ക് ഹയർ ബൈൻഡിങ് എനർജിയാണ്, ഇയാൾക്ക് കുറവ് ബൈൻഡിങ് എനർജിയാണ്, റൈറ്റ്? അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്താ പറയുക, ബൈൻഡിങ് എനർജി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ മാസ് നമ്പർ. മാസ് നമ്പർ ഞാൻ എന്ന് എഴുതണുള്ളൂ കേട്ടോ. അപ്പോൾ ഹയർ മാസ് നമ്പർ ആണെങ്കിൽ ഹയർ ബൈൻഡിങ് എനർജി, അല്ലേ? ഹയർ ബൈൻഡിങ് എനർജി ആണെങ്കിൽ സ്റ്റെബിലിറ്റി ഹയർ. ഇതല്ലേ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞത്, അല്ലേ? പക്ഷേ ഒരു എക്സാമ്പിൾ വന്ന് നോക്കട്ടോ, അയൺ കേട്ടോ, റൈറ്റ്? 56, റൈറ്റ്? അതിൻ്റെ ബൈൻഡിങ് എനർജി 492 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്, റൈറ്റ്? നമ്മുടെ യുറേനിയത്തിൻ്റെ എന്തായിരുന്നു? യുറേനിയം 238ൻ്റെ 1800 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ആർക്ക് ഹയർ ബൈൻഡിങ് എനർജി? 11. അപ്പോൾ നമ്മൾ പറയും യുറേനിയം ഹൈലി സ്റ്റേബിളാണ്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ യുറേനിയം സ്റ്റേബിളാണോ അയൺ സ്റ്റേബിളാണോ എന്ന്? അയണാണ് കൂടുതൽ സ്റ്റേബിൾ. ശ്രദ്ധിച്ചേ, ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ഏർലിയർ. നമ്മളെന്താ പറഞ്ഞത്? വേണ്ട, ഹയർ ബൈൻഡിങ് എനർജി എന്തിനാ വന്നേ? ഹയർ മാസ് നമ്പർ വന്ന ആൾക്ക് ഹയർ ബൈൻഡിങ് എനർജി എന്താണെന്ന് ആദ്യം പറഞ്ഞു, സ്റ്റെബിലിറ്റി കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ മാതിരി കാണിക്കുകയാണ്. പക്ഷേ it was found that iron's binding energy is 492 mega electron volt, whereas in the case of uranium it is 1800, അല്ലേ? അപ്പോൾ നമ്മൾ പറയുക ഇവന് ഹയർ ബൈൻഡിങ് എനർജിയാണ്, അതിൻ്റെ അർത്ഥം ഇവൻ സ്റ്റേബിൾ ആയിരിക്കുന്ന. അല്ല, സ്റ്റെബിലിറ്റി ഇയാൾക്ക് കുറവാണ്. ആർക്ക്? നമ്മുടെ യുറേനിയത്തിന്. സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കുക അയണിനാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചു, അപ്പോൾ പറഞ്ഞത് തെറ്റാണോ? നോക്കൂ, ഇവിടെ 56 ആൾക്കാരുള്ളൂ, അല്ലേ? 56 ന്യൂക്ലിയോൺസ് ഉള്ളു. അവരെല്ലാവരും കൂടിയിട്ടാണ് 492 ഷെയർ ചെയ്യണത്. ഇവിടെ 1800 ഷെയർ ചെയ്യാൻ 238 ആൾക്കാരുണ്ട്, റൈറ്റ്? ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അതായത് ഇപ്പോൾ എന്നോട് പറയണത് ഒരു ഊണ് വെച്ചിട്ടുണ്ട്. അത് ഊണ് കഴിക്കാൻ ഒരു സ്ഥലത്ത് 3 പേരും ഒരു ഇതിൻ്റെ ഈ ഊണിൻ്റെ കുറച്ച് വലിയ സൈസ് ആക്കിക്കോട്ടെ, വലിയ സൈസ് ആക്കിക്കോ. അത് കഴിക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അതുമാതിരിയാണ് ഇതിൻ്റെ കേസുകൾ, റൈറ്റ്? അപ്പോൾ ഏതാ ബെറ്റർ? ഇതാണ് ബെറ്റർ, ഇതാണ് ഒബ്വിയസ്ലി ഇത്, അല്ലേ? ഷെയർ ചെയ്യേണ്ട സാധനം കുറവായില്ലേ? പിസ്സ ഒക്കെ നോക്ക്, സാധനം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാമെന്നുള്ളതല്ലേ, റൈറ്റ്? അല്ലാണ്ട് ഇത് വലിയ ഊണായിട്ട് കാര്യമില്ല. അത് ഷെയർ ചെയ്യാൻ അത്ര തന്നെ ആൾക്കാരുണ്ടെങ്കിൽ ദിസ് ഈസ് ഇൻഎഫക്റ്റീവ്, റൈറ്റ്? ദാറ്റ്സ് ദ കേസ് ഹിയർ.
റൈറ്റ്. അപ്പോൾ അയേണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബൈൻഡിങ് എനർജീനെ ഷെയർ ചെയ്യാനുള്ള ന്യൂക്ലിയോൺസ് വളരെ കുറവാണ്. വേറാസ് ഇൻ ദ കേസ് ഓഫ് യുറേനിയം the amount of nucleons which is present to share this much of energy is high. അതുകൊണ്ടാണ് അയേൺ ഇസ് മോർ സ്റ്റേബിൾ വെൻ കമ്പയർ ടു യുറേനിയം. അതുകൊണ്ടാണ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നതിൽ നല്ലത്. ദ ക്രൈറ്റീരിയ ഫോർ ഫൈൻഡിങ് ദ സ്റ്റെബിലിറ്റി ഓഫ് എ ന്യൂക്ലിയസ് ഇസ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. അതായത് ഓരോരുത്തർക്ക് വെച്ചിട്ട് എത്ര വീതി കിട്ടും. റൈറ്റ്. This binding energy per nucleon is a criteria to say whether an element or a nucleus is stable or not. നോക്കിയേ പറഞ്ഞ അയേണിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എത്രയാണ്? 492/56 ആണ്. ഇവിടെ എത്രയാണ്? 1800 ഡിവൈഡഡ് ബൈ 238 ആണ്. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്. ഇതിൽ എത്രയാണ് വരിക? ഇതിൽ എന്ത് വന്നാലും 9ൻ്റെ അടുത്ത് വരും അല്ലേ? ക്ലിയർ ആവുണ്ടോ? ഇവിടെയോ 200 പോകുക എടുക്കാൻ അറിയില്ല, 180 എന്തായാലും പോവില്ല, പിന്നെ 1800 തന്നെ എടുക്കണം അല്ലേ? അപ്പോൾ 5ൻ്റെ അടുത്തൊക്കെ അല്ലേ വരുള്ളൂ? 5 അല്ലെങ്കിൽ 6ൻ്റെ അടുത്തൊക്കെ വരുള്ളൂ. അടുത്തൊക്കെ 6 എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ 7 തന്നെ എടുത്തോ. ക്യാൻ ഗോ ഫോർ 14. 6 എടുത്താൽ എത്ര വരും? 8 എന്തായാലും എടുത്തിട്ട് കാര്യമില്ല. 8 എടുത്ത് നോക്കട്ടെ എന്തായാലും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. എന്തായിരുന്നു ഡിനോമിനേറ്ററിൽ? 238, റൈറ്റ്. So obviously you can multiply with 8. Let's say 8. 8 4 24. Hello. 28 2 16. ഏതാണ്ട് റൗണ്ട് വന്നിട്ടല്ലേ? അപ്പോൾ 8ൽ താഴെയാണ് അല്ലേ? ഇവിടെയോ 9. ക്ലിയർ. സോ 9ൻ്റെ അടുത്ത് നോക്കട്ടെ. 56 × 9 എത്രയാ? ശരിയാ, കുഴപ്പമില്ല. ഏതാണ്ടൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെ വാല്യൂ വരും. റൈറ്റ്. ക്ലിയർ. സോ യു ക്യാൻ ടേക്ക്, ഐ ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് വൺ ഇസ് സ്റ്റേബിൾ. വിച്ച് വൺ? അയേൺ. ബിക്കോസ് ഇറ്റ്സ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇസ് ഹയർ. ഒരാൾക്ക് കിട്ടുന്ന വീതം കൂടുതലാണെന്ന്, ഓരോ ന്യൂക്ലിയോണിന് കിട്ടുന്ന വിഹിതം കൂടുതലാണ്. അപ്പോൾ അയാൾക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്. സോ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇസ് എ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ. ഒരു ന്യൂക്ലിയസിൻ്റെ സ്റ്റേബിൾ ആണോ ഇല്ലയോ എന്ന് പറയുന്ന ക്രൈറ്റീരിയ എന്താണ്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യപ്പെടുകയാണ്. റൈറ്റ്. ശ്രദ്ധിച്ച്, എ കർവ് ഹാസ് ബീൻ മെയ്ഡ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നല്ല പക്ക കർവ് ഉണ്ട് കേട്ടോ. ഞാൻ ഏതാണ്ട് തോന്നിയാസം വരെയാണ് വരയ്ക്കുക, കാര്യം മനസ്സിലാക്കിയെടുക്കാൻ മാത്രം. പക്ഷേ ഗോ ത്രൂ ദ ടെക്സ്റ്റ് ബുക്ക് ഫിഗർ. ദിസ് ഇസ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ഞാൻ എന്നെ എഴുതിയ ന്യൂക്ലിയോൺസ് ആണ് കേട്ടോ. ഇത് മെഗാ ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും. ഇവിടെ 1 2 3 3 ഉദ്ദേശിച്ച് 8 ആയിപ്പോയി. 4 5 6 8 7 8 9 8.8 ഇവിടെ ആയിരുന്നു. ഏതാണ്ടൊക്കെ ഇവിടെ 8.8 കേട്ടോ. ദിസ് ഇസ് 8.8. ലെറ്റ്സ് സേ ഒരു 7.6 ഉണ്ടാക്കാൻ പറ്റണമല്ലോ. ഓയ്യടാ, ഇത് സുഖത്തിന് വേണ്ടിയാണ്. ഇത് 7 ആക്കാം. അപ്പോൾ 7 ആയി. ഇത് 7.6 ആക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നല്ല പക്ക ഫിഗർ ഉണ്ട്. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് വർക്ക് ചെയ്യാം. 7.6 വർക്ക് ചെയ്യാം. ഓക്കെ. ഇത് സ്റ്റാർട്ട് ചെയ്യാം. എക്സാക്റ്റ് ഫിഗർ വരുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. 7.6 അവിടെ. ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് വരയ്ക്കുമ്പോൾ ഇച്ചിരി കഷ്ടപ്പാടുണ്ട് കേട്ടോ. അയ്യോടാ ഐഷ്. ഇങ്ങനെ ക്രോസ് ഇടാം, അത് നല്ലത്. പിന്നെ ഒരു ക്രോസ് ഇത് എത്ര വന്ന് 8 വന്ന് 8.8 നമ്മുടെ ചേട്ടൻ ഇരിക്കുന്നത്. അപ്പോൾ കൊളായി വരയ്ക്കാൻ ഇച്ചിരി നേരം പിടിക്കുന്നുണ്ട്. 8.8 അവിടെ ഇവിടെ ക്രോസ്. റൈറ്റ്. പിന്നെ ഇവിടെ ക്രോസ് ഏതാണ്ട് 8ൻ്റെ അടുത്ത് വന്നാൽ പിന്നെ 7.6. പിന്നെ 7ൻ്റെ അവിടെ ഇരിക്കട്ടെ വരണം. എക്സാക്റ്റ് വാല്യൂ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. ഞാനൊരു ഊഹത്തിൽ ഇങ്ങനെ വരച്ച് പോകുന്നുള്ളൂ. 5 വെറുതെ ഇവിടെ 5 ആവുന്നു കാണില്ല. ഇവിടെ 5 ഉണ്ട് കേട്ടോ. പോട്ടെ. എനിവേസ് യു ക്യാൻ ലുക്ക് ഇൻ ടു ദ ഡയഗ്രാം വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഏതാണ്ട് ഇങ്ങനെ വരുന്നുണ്ടാവും കേട്ടോ. 8ൻ്റെ അവിടെ ഓക്കെ. പോട്ടെ. ദിസ് ഇസ് അയേൺ, റൈറ്റ്. ദിസ് ഇസ് ഫോർ യുറേനിയം. യുറേനിയത്തിൻ്റെ 7.6 ആണ്. കാരണം യു ക്യാൻ ലുക്ക് ഇൻ ടു ദ വാല്യൂസിൻ്റെ അല്ലേ ഞാൻ പറയണത് കേട്ടോ. ക്ലിയർ. ഇത് ഹീലിയം ആയിരിക്കും, ഇത് ഹൈഡ്രജൻ,
ലുക്ക് ഇൻ യുവർ അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ് പ്ലീസ് ഗോ ത്രൂ യുവർ ടെക്സ്റ്റ് ബുക്ക് പറയുന്ന കാര്യങ്ങൾ അതുമായിട്ട് കമ്പയർ ചെയ്യുക. ഈ വീഡിയോൻ്റെ ഈ ഭാഗം എടുക്കുന്ന നേരത്ത് ബെറ്റർ ഇഫ് യു ആർ ഹാവിങ് ടെക്സ്റ്റ് ബുക്ക് ബൈ യുവർ സൈഡ്. അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവുമ്പോൾ വെച്ചാൽ ഈ ഫിഗർ ഇത്തിരി മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോട്ടെ ഓക്കെ. അപ്പോൾ കണ്ടുപിടിച്ച് വാട്ട് ആർ ഓൾ കൺക്ലൂഷൻസ് ഹാസ് ബീൻ ഡ്രോൺ ആസ് പെർ ദ ഫിഗർ. ഇത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസ് അനുസരിച്ച് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്തതാണ് കണ്ടത് കേട്ടോ. അതായത് ആറ്റമിക് നമ്പർ 50 ഏതാണ്ട് അയണിൻ്റെ അവിടുത്തെ തൊട്ട് മുമ്പത്തത് 50 തൊട്ടിട്ട് അയൺ കഴിഞ്ഞ് കുറച്ച് റേഞ്ച് വരെ 80 വരെ റൈറ്റ് ആറ്റമിക് നമ്പർ റൈറ്റ്. അല്ലെങ്കിൽ ആറ്റമിക് നമ്പറിനേക്കാളും നല്ലത് മാസ് നമ്പർ എന്നുള്ളത് എടുക്കാം. ആറ്റമിക് നമ്പർ അല്ല കേട്ടോ, എല്ലാം എടുക്കണം. സോ ഇറ്റ്സ് മാസ് നമ്പർ റൈറ്റ്. അപ്പോൾ 50 തൊട്ട് 80 വരെയുള്ള. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കൺക്ലൂഷൻ വിച്ച് വാസ് ഡ്രോൺ ഫ്രം ദ ഫിഗർ റൈറ്റ്. ദാറ്റ് ഈസ് ഫ്രം എ ഇസ് ഈക്വൽ ടു 50 to 80 റൈറ്റ്. ദ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇസ് വെരി ഹൈ. അതിനാണ് മാക്സിമം ഏതാണ്ട് വരുന്നത് 8.5 8.6 എന്നൊക്കെ വന്നിട്ടുള്ള റേഞ്ചിലാണ്. അപ്പോൾ ഏറ്റവും ഹയ്യസ്റ്റ് കർവ് വന്നിട്ടുള്ളത് ഇവിടെ അയണാണ് വന്നിട്ടുള്ളത് റൈറ്റ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇസ് ഹൈ വിച്ച് ഇസ് 8.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ദാറ്റ് ഈസ് from this range to this range all the nucleus are stable right. അതേമാതിരി രണ്ടാമത് കണ്ടുപിടിച്ചത് അയൺ ആണ്. ഇതിൽ ഏറ്റവും രാജാവ് അയണിൻ്റെത് 56 അല്ലേ എന്തുവാടേ റൈറ്റ്. ഇറ്റ് ഹാസ് ദ ബെസ്റ്റ് വൺ വിച്ച് ഇസ് 8.8 അടുത്താണ് വന്നിട്ടുള്ളത്. എൻ്റെ മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഹയ്യസ്റ്റ് ബൈൻഡിങ് എനർജിയാണ്. അതുകൊണ്ട് അയൺ ആണ് ഏറ്റവും സ്റ്റേബിൾ എന്ന് പറഞ്ഞാലേ റിയാക്ട് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻ അല്ലാത്ത പറയണത് ആറ്റമിക് റിയാക്ഷൻസ് കുറവാണെന്ന്. ക്ലിയർ. റേഡിയോ ആക്ടിവിറ്റി ഏറ്റവും കുറവുള്ള സാധനമാണ്. ക്ലിയർ ആവണ്ടാ റൈറ്റ്. അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ റേഞ്ച് എടുക്കുകയാണെങ്കിൽ 50 തൊട്ട് 80 വരെ അല്ലേ. ഇവർ ഒരു രീതിയിലുള്ള ഫ്യൂഷനോ ഫിഷനോ അങ്ങനത്തെ പ്രോസസ്സിലൊന്നും 50 to 80 ആറ്റമിക് മാസ് നമ്പർ വരെയുള്ള ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ബിറ്റ്വീൻ 50 to 80 ദർ ഇസ് നോ പാർട്ടിസിപ്പേഷൻ ഇൻ ദ കേസ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ ന്യൂക്ലിയസുകളൊന്നും റേഡിയോ ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. എന്നാൽ 80 ശേഷം അതായത് ഈ ഭാഗം ഈ യൂന്ന് എഴുതിക്കുന്ന യുറേനിയമാണ് കേട്ടോ. 80 ശേഷം എന്ന് പറഞ്ഞാൽ യു ക്യാൻ സേ എ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 80. ഈ BE/N നിങ്ങളൊന്ന് നോക്കിയേ താഴോട്ടല്ല ഗ്രാഫ് പോകുന്നത്. അപ്പോൾ BE/N എന്താ ഇസ് ഡിക്രീസിങ് സ്ലോലി. അപ്പോൾ BE/N കുറയാന്ന് പറഞ്ഞാൽ എന്താടോ ന്യൂക്ലിയർ ഈസ് അൺസ്റ്റേബിൾ. അപ്പോൾ ന്യൂക്ലിയർ അൺസ്റ്റേബിൾ ആവുമ്പോൾ അതിനെന്താണ് ആഗ്രഹം ഉണ്ടാവുക? ആദ്യം കൂടുതലായിരുന്നു പിന്നെ കുറഞ്ഞു വരികയാണല്ലേ. അപ്പം സ്റ്റേബിൾ ആവണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ഗെയിൻ സ്റ്റെബിലിറ്റി ബൈ ന്യൂക്ലിയർ ഫിഷൻ റൈറ്റ്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ 80 ഇവിടൊക്കെ എന്താണ് ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്. 50 തൊട്ട് 80 നോ റിയാക്ഷൻ. If A is greater than 80 it undergoes what? Fission. Fission എന്ന് പറയുന്നതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഫിഷൻ എന്ന് പറഞ്ഞാൽ തകരണം. ഓക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ ഫോർത്ത് ആസ് പെർ ഗ്രാഫ് A15 താഴെയാണെന്ന് വിചാരിക്കുക. ഇവിടെയും ഇപ്പോൾ മാക്സിമം വാല്യത്തിനേക്കാളും കുറവാനല്ല ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസ് കുറവാണ്. സോ BE/N is less itself in the case of A less than 50 അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഷാർപ്ലി ആണ് പെട്ടെന്നാണ് ഡിക്രീസ് ചെയ്തിരിക്കുന്നത്. മറ്റേത് നോക്കിയേ ഇവിടെ ഗ്രാജുവലി ആണ്, ഇവിടെ ഷാർപ്പാണ്. ലുക്ക് ഇൻ ടു യുവർ ഗ്രാഫ് പ്രസൻറ്റ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് റൈറ്റ്. അപ്പോൾ അതിൽ ഏറ്റവും കുറവ് എടുക്കുന്നത് ആർക്കാ? ഹെവി ഹൈഡ്രജനാണ് അല്ലേ. അപ്പോൾ അവിടെ ന്യൂക്ലിയൈ ലൈറ്റാണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണോ ഭാരമില്ലാത്തതാണെന്ന്. 80 ശേഷമൊക്കെ ഭാരമുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഭാരം കുറവും അവർ റേഡിയോ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ അവർ ഏതിനെ ഫേവർ ചെയ്യുക? ദേ ഫേവർ ഫ്യൂഷൻ പ്രോസസ്. മിക്സ് ചെയ്യാനാണ് താല്പര്യം വരിക. ഒന്നുകൂടി ശ്രദ്ധിച്ച് A ഗ്രേറ്റർ ദാൻ 80 ആകുമ്പോൾ റേഡിയോ ആക്ടിവിറ്റി ഓഫ് ഹെവിയർ ഒബ്ജക്ട്സ് അല്ല 80നേക്കാളും കൂടുതൽ മാസാണുള്ളത് ഹെവിയാണ്. സോ ദേ അണ്ടർഗോ ഫിഷൻ പ്രോസസ്. വേറാസ് 50 താഴെ ഇത് 50 താഴെ എന്താണ് BE/N റേഷ്യോ അവിടെയും കുറവ് തന്നെയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിക്രീസിങ് ഷാർപ്ലി ആൻഡ് ദേ ആർ ലൈറ്റർ ഇൻ നേച്ചർ. ഹെൻസ് ദേ അണ്ടർഗോ വാട്ട് ഈസ് നോൺ ആസ് ഫ്യൂഷൻ പ്രോസസ്. എന്നാലേ അവർക്ക് സ്റ്റെബിലിറ്റി കിട്ടുള്ളൂ. ക്ലിയർ ആവുണ്ടല്ലോ. അപ്പോൾ സ്റ്റെബിലിറ്റി ആവണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്താണ് ബൈൻഡിങ് എനർജി ഹൈ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഒരു ന്യൂക്ലിയസ് റിയാക്ഷനൊക്കെ എടുക്കാമെന്ന് വെച്ചോ. ഇപ്പോൾ ഒരു X
ഏതൊരു എലമെൻറ്റ് അതിൻ്റെ ബൈൻഡിങ് എനർജി 100 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കാം. റൈറ്റ്, അത് വേറൊരു എലമെൻ്റായി മാറി വിച്ച് ഇസ് സേ 120 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഉള്ള ബൈൻഡിങ് എനർജി ഉള്ള ഒരു വസ്തുവായിട്ടുണ്ടെങ്കിൽ എനർജി അത് സ്വീകരിക്കുകയാണോ നഷ്ടപ്പെടുത്തുകയാണോ ചെയ്യുക? ഷുഡ് ഇറ്റ് എനർജി ബി ടേക്കൺ ടു ബിക്കം ലൈക്ക് ദിസ് ഓർ ഷുഡ് ഇറ്റ് എനർജി ബി റിലീസ്ഡ്? എനർജി ഷുഡ് ബി റിലീസ്ഡ്. തിങ്ക് ചെയ്യാട്ടോ. അത് നോക്കിയിടോ, 100 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ബൈൻഡിങ് എനർജി ഉള്ള വസ്തുവിൽ ആ ബൈൻഡിങ് എനർജി എങ്ങനെ വന്നത്? ഇറ്റ് മെയ്ഡ് ബൈ വാട്ട്? വെൻ എക്സിൻ്റെ ന്യൂക്ലിയസ് ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ പ്രോട്ടോണും അതിൻ്റെ ന്യൂട്രോണും ആഡ് ചെയ്തിട്ടല്ലേ ഈ എക്സ് ഉണ്ടായത്? അപ്പം ആഡ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എനർജി റിലീസല്ലേ ചെയ്തിരുന്നത്? ഓർമ്മ ഉണ്ടാ, ഇത് എക്സിൻ്റെ പ്രോട്ടോണും എക്സിൻ്റെ ന്യൂട്രോണും ആഡ് ചെയ്തിട്ട് എക്സ് എന്ന ന്യൂക്ലിയസ് ഉണ്ടാക്കി. എക്സിൻ്റെ ന്യൂക്ലിയസ് ഉണ്ടാക്കുമ്പോൾ എനർജി റിലീസ് അല്ലേ ചെയ്തിരുന്നത്? ആ എനർജിയാണ് 100 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ദാറ്റ് ഇസ് ഇറ്റ്സ് ബൈൻഡിങ് എനർജി. എമൗണ്ട് ഓഫ് എനർജി റിലീസ് വെൻ nucleons add to form nucleus. Nucleons add to form nucleus. അപ്പോൾ 100 മെഗാ ഇലക്ട്രോൺ വോൾട്ട് of energy was released when X was created. Similarly, Y ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ എമൗണ്ട് ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ആഡ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യപ്പെട്ട എനർജിയാണ് എത്ര? 120. അപ്പോൾ 20 ഇനിയും റിലീസ് ചെയ്യണം. സോ ദാറ്റ്സ് വൈ ഹിയർ ഐ ക്യാൻ സേ വെൻ ദ കൺവേർഷൻ ഓഫ് conversion of Y is from X, 20 മെഗാ ഇലക്ട്രോൺ വോൾട്ട് റിലീസാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്, ദാറ്റ്സ് വൈ ഒരു പുതിയ എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് റേഡിയോ ആക്ടിവിറ്റിയിൽ നല്ല ചൂട്. എക്സോതെർമിക് റിയാക്ഷൻ. വെൻ എവർ ന്യൂ ഇസ് ക്രിയേറ്റഡ് എനർജി ഇസ് റിലീസ്ഡ്. സമജ് മേ ആയാ?